اللهم رحمتك أرجو فلا تكلني إلى نفسي طرفة عيني وأصلح لي شأني كله. اللهم لا إله إلا أنت لا إله إلا أنت وحدك لا شريك لك. اللهم رحمتك أرجو فلا تكلني إلى نفسي طرفة عيني وأصلح لي شأني كله. اللهم لا إله إلا أنت لا إله إلا أنت وحدك لا شريك لك. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി അതിൻ്റെ അവസാന മിനുക്കുപണികളിലാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ, അള്ളാഹു സ്വീകരിക്കുന്നതും പുണ്യം നിറഞ്ഞതുമായ ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല നിശ്ചയിച്ചതുപോലെ പരിപൂർണമായ ഒരു ഹജ്ജായി നമ്മുടെ ഹജ്ജിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വന്നു പോകുന്ന അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളുമൊക്കെ അർഹമുറാഹിമായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ ജനിച്ചു വീണ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ തിരിച്ചെത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മക്കയിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഹാജിമാർക്കും സമാധാനത്തോടുകൂടിയും ശാന്തിയോടുകൂടിയും കർമ്മങ്ങൾ നിർവഹിച്ച് പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഗുഡ് ഹോപ്പ് സംവിധാനത്തിൻ്റെ കീഴിൽ പുറപ്പെടുന്ന ഹാജിമാർക്ക് വേണ്ടി നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് പരമ്പരയിലെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ വെച്ചുള്ള അവസാനത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറേ ദിവസങ്ങളായി പല സ്ഥലത്തായി UAE-ലും ദുബൈയിലും ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ അങ്ങനെ അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടി കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും അല്ലേ കോർക്കാന ക്ലാസ് ഒന്നുണ്ടല്ലേ? ഇന്ന് ദുബൈയിൽ ക്ലാസ് നടക്കുന്നുണ്ട്, നാളെ അങ്ങനെ ഓരോ ഇടത്ത് വെച്ചും അതാത് സ്ഥലങ്ങളിലെ ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹജ്ജും ഉംറയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിശ്ചയിച്ച ഒരു തൂണാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്നാൽ 5 തൂണുകളിൽ നിർമ്മിക്കപ്പെട്ട ഒരു മതമാണ്. ആ തൂണുകളിൽ ഒന്നാണ് ഹജ്ജ്. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും മറ്റുള്ള എല്ലാ വഴിക്കും ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ശേഷിയുള്ള ഒരാൾ, അതിനുള്ള കഴിവുള്ള ഒരാൾ, അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ ഹജ്ജ് നിർവഹിച്ചിരിക്കണം. അത് അവൻ്റെ മേൽ നിർബന്ധമാണ്. കഴിവും ശേഷിയുമുള്ള ഒരാൾ ഹജ്ജ് നിർവഹിക്കാതെ ഇരുന്നാൽ അവൻ്റെ ഇസ്ലാം അപൂർണമായിട്ടായിരിക്കും അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹജ്ജിന് പോകുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നമ്മുടെ ഇസ്ലാം പൂർത്തിയാവാൻ വേണ്ടി. 2, ഹജ്ജ് കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു സംഗതിയാണല്ലോ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ. തെറ്റാണ് നമുക്കറിയാം, പാടില്ലാത്തതാണ് നമുക്കറിയാം, അതിൻ്റെ ശിക്ഷ കഠിനമാണ് നമുക്കറിയാം. നിനക്ക് അറിഞ്ഞിട്ടും നമ്മൾ നിരന്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും.
ഈ തെറ്റുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കഠിനമായ ശിക്ഷയുണ്ട് എന്ന് ഖുർആനും ഹദീസും ഒക്കെ പലവട്ടം താക്കീത് ചെയ്തിട്ടും പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഏശാറില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഭയപ്പെടുത്തുന്ന കുറേ ചിന്തകളുണ്ട്. കുറേ വേണ്ടാത്ത, പാടില്ലാത്ത, ഏറെ തെറ്റായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇത് അല്ലാഹു തആല നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നാളത്തെ നമ്മുടെ പരലോകം ഏറെ ഭയാനകവും ഭീതിജനകവുമായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു തെറ്റ്, നമ്മൾ ചെയ്ത ഒരു തെറ്റ്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ഭൂമിയിലെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ ചെയ്ത ഒരു തെറ്റിൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്നാ. അതാണ് ഓരോ തെറ്റിൻ്റെയും ഗൗരവം. ഒരു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെലവാക്കുന്ന 4, 5, 6, 7, 8 ലക്ഷം ഉറുപ്പികയുടെ ഫലമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാനാവാത്ത നമ്മുടെ പാപത്തിൻ്റെ ആ വലിയ കയത്തിൽ നിന്ന് ഹജ്ജ് നമ്മളെ രക്ഷപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജുൻ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യയോഗ്യമായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ ഒരു പ്രതിഫലമില്ല എന്നാണ്. അതായത് നമ്മുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പഠിപ്പിച്ച ചിട്ടവട്ടങ്ങളിലും ആ മര്യാദകളും പാലിച്ച് ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ നാളെ നമുക്ക് സ്വർഗം ഉറപ്പാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലേ? റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഒരു ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ ആ ഹജ്ജ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടാൽ ആ ഹജ്ജിന് ശേഷമുള്ള അയാളുടെ അവസ്ഥ ജനിച്ചു വീണ ഒരു കുട്ടിയെ പോലെ ആയിരിക്കുന്ന കയൗമിൻ വലദതുഹു ഉമ്മുഹു നാം. അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച അതേ അവസ്ഥയിൽ, അല്ലേ? ജനിച്ചു വീണ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ടാവില്ലല്ലോ, അതുപോലെ നിഷ്കളങ്കനും പൂർണ്ണമായി തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെട്ടവനുമായിട്ട് അവൻ മാറുന്ന. അപ്പൊ ഇത് കോടികൾ കൊടുത്താൽ കിട്ടാത്തൊരു നേട്ട, ഈ ദുന്യാവിലെ സ്വത്ത് മുഴുവൻ കൊടുത്താലും കിട്ടാത്തൊരു ലാഭ. ആ പാപമോചനത്തിന് വേണ്ടിയാണ് നമ്മൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടിയും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയും അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയ നേട്ടം ഉൾക്കൊണ്ടും കൂടിയാണ് നമ്മൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടേണ്ടത്. സാധാരണ വിദേശത്തേക്ക് പുറപ്പെടുന്ന ഒരു മൂഡിൽ, ഒരു ടൂറിൻ്റെ, ഒരു യാത്രയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മനസ്സോടു കൂടി ആവരുത് നമ്മുടെ യാത്ര. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹജ്ജിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഒരുക്കി വെക്കണം. തസവ്വദു, നിങ്ങൾ ഹജ്ജിനാവശ്യമായ കാര്യങ്ങളൊക്കെ നേരത്തെ ഒരുക്കി വെക്കണം. നിങ്ങൾ എന്തൊക്കെയാ ഒരുക്കി വെച്ചേ? കുറേ ചിപ്സും കുറേ എന്താ പറയുക, കുറേ ബേക്കറിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ പാടെ കെട്ടിപ്പൊതിഞ്ഞ് ഹജ്ജിന് വരുന്ന ആൾക്കാരെ കാണാം. റസൂലുള്ളാഹി ഖുർആൻ പഠിപ്പിച്ചത്, നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുക്കി വെക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിഭവം ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ, തഖ്വ ഉണ്ടാകുന്ന. മനസ്സിൻ്റെ ഉള്ളിൽ തഖ്വ ഉണ്ടായാൽ ഹജ്ജിൻ്റെ ഓരോ കർമ്മവും മനോഹരമായിട്ടും എളുപ്പമായിട്ടും നമുക്ക് തോന്നും. തഖ്വല്ലേ എപ്പോഴും ദേഷ്യം വരും. കാത്തിക്കണ സമയത്ത് ബസ് കിട്ടൂല, കാത്തിക്കണ സമയത്ത് ലിഫ്റ്റ് വരൂല, കാത്തിക്കണ സമയത്ത് ബാത്റൂമത്തെ ആൾക്കാർ ഇറങ്ങൂല. ദേഷ്യം പിടിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളെ മനസ്സിൽ തഖ്വ ഉണ്ടോ? ഈ ഹജ്ജ് കൊണ്ട് കിട്ടാൻ പോകുന്ന കാര്യത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ടോ? എത്രയും കാത്തുക്കും, ഒരു മടുപ്പില്ലാതെ എന്തും സഹിക്കും. കാരണം നമുക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗ്ഗാണ്. ഈ കോഴിക്കോട് അങ്ങാടിയിൽ ഈ മാവൂർ റോഡിൽ 10 സെന്റ് സ്ഥലം തരാന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ ഒരു 10 ദിവസം ഇവിടെ ഉറങ്ങാതെ മാവൂർ റോഡിൽ കുത്തിരിക്കണം പറഞ്ഞാൽ 10 അല്ല 10 കൊല്ലം ഇരിക്കൂല. നമ്മൾ 10 സെന്റ് സ്ഥലം കിട്ടുമെങ്കിൽ ഒരിക്കലും പുറത്തു പോരാത്ത, മരണമില്ലാത്ത ഏറ്റവും മനോഹരമായ സ്വർഗത്തിലാ പടച്ചോ നമുക്ക് വീട് തരാറുണ്ട്. എങ്ങനെയാണെങ്കിൽ ഹജ്ജ് സ്വീകരിച്ചാൽ. അപ്പം കിട്ടാൻ പോകുന്ന നേട്ടം വലുതായത് കൊണ്ട് തന്നെ അതിൻ്റെ പിന്നിലെ ത്യാഗവും ഒട്ടും കുറവാവില്ല. സ്ത്രീകൾ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, റസൂലേ, ആണുങ്ങളൊക്കെ ജിഹാദ് ചെയ്ത് ഷഹീദായി സ്വർഗത്ത് പോണ്, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ജിഹാദ് ഇല്ലല്ലോ, അതൊരു നഷ്ടല്ലേ? റസൂല് പറഞ്ഞു, സ്ത്രീകളുടെ ജിഹാദ് ഹജ്ജാണെന്നാ പറഞ്ഞു.
സ്ത്രീകളുടെ ജിഹാദ് ഹജ്ജാണ്. അപ്പം ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ള ഒരു കാര്യമാണെങ്കിലും മനസ്സിൽ തെക്കുവുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അപ്പം നമ്മൾ തെക്കുവയുള്ള ഒരു മനസ്സിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ആ തെക്കുവയുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. തെക്കുവക്ക് തടസ്സമാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് തെക്കുവ അങ്ങനെ റെഡിയാക്കി മനസ്സിൽ പടച്ചോനെക്കുറിച്ചൊരു ചിന്ത, പടച്ചോനെക്കുറിച്ചൊരു ബോധം മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഹജ്ജിനാണ് പുറപ്പെട്ടാൽ ആ ഹജ്ജ് മനോഹരമായിരിക്കും. അത് ഏറെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഹജ്ജായിരിക്കും. അള്ളാഹു ആ രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഹജ്ജും ഉംറയും എങ്ങനെ നിർവഹിക്കണമെന്ന് പഠിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ. പിന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആളുകളൊക്കെ നല്ല ബോധമുള്ള ആളുകളാണ്. പല നിലക്കും പുസ്തകങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, അതേപോലെ ആധുനിക സംവിധാനങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെ, ഇതിലെ കൂടെയൊക്കെ നമ്മൾ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച അന്ന് മുതൽ ഹജ്ജിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ദീർഘമാവാതെ ഒരു കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഏറ്റവും അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ, ചിന്തയിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 3 രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കാം എന്നാണ്. ഒരു ഹജ്ജ് 3 രൂപത്തിൽ നിർവഹിക്കാം. ഒന്ന്, ഹജ്ജും ഉംറയും ഒരുമിച്ച് നിർവഹിക്കുക. ഉംറ ചെയ്ത് പിന്നെ നമ്മൾ മക്കയിൽ സാധാരണക്കാരനെ പോലെ പാർത്ത് പിന്നെ ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജും ചെയ്യാം. ഈ രീതിക്കാണ് തമത്തു എന്ന് പറയാം. ഹജ്ജിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം അതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ ചെയ്യാൻ പോണേ. രണ്ടാമത്തേത് ഖിറാൻ എന്ന് പറയും. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്തിട്ട് മക്കയിൽ ഇഹ്റാമിൻ്റെ ഡ്രസ്സിൽ തന്നെ, ഇഹ്റാമിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ ഹജ്ജ് വരെ മക്കയിൽ പാർത്തിട്ട് പിന്നെ ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജിന് പോവാം. ഇതാണ് ഖിറാൻ. മൂന്നാമത്തേത് ഇഫ്രാദ് എന്ന് പറയാം. ഇഫ്രാദ് പറഞ്ഞാൽ ഉംറയൊക്കെ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഹജ്ജ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഉംറ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഹജ്ജ് മാത്രം ഉദ്ദേശിക്കുന്ന രീതിയാണ് ഇഫ്രാദ്. കുറേ കേട്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഉത്തമം എന്ന് പഠിപ്പിച്ച ആ തമത്തു ആയ രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ് ഹജ്ജ് നിർവഹിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ തമത്തു ആയിട്ട് ഹജ്ജ് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ അറിയോ? അതിന് അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഉംറ ചെയ്ത് മക്കയിൽ നമ്മൾ നേരെ മക്കയിലേക്കുള്ള പോവുക. കുറേ ആൾക്കാർ മദീനത്ത് പോകുന്ന ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ മക്കയിൽ പോകുന്ന ആൾക്കാരുണ്ട്. എന്തായാലും നമ്മൾ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഉംറയാണ് നിർവഹിക്കുക. ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ, ഉംറ നിർവഹിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടേ, തിരക്കില്ലാത്തൊരു സമയത്ത് നമ്മൾ മക്കയിലെത്തിയാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉംറ നിർവഹിക്കാൻ പറ്റും. അത്ര സമയം മതി ഉംറക്ക്. ആ ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ മാറ്റി മുടി മുറിച്ച് തഹല്ലുലായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ മക്കയിൽ ജീവിക്കുക. നമുക്കൊരു നിബന്ധനകളും ബാധകമല്ല, മക്കയിൽ ജീവിക്കാം. എന്നിട്ട് ദുൽഹജ്ജ് 8-ന്റെ അന്നാണ് ഹജ്ജ് തുടങ്ങുക. അന്ന് നമ്മൾ പാർക്കുന്ന റൂമിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് നമ്മൾ ഹജ്ജിന് വേണ്ടി മിനയിലേക്ക് പുറപ്പെടും. നല്ല രസമുള്ള, സുഖമുള്ള, പ്രയാസമില്ലാത്ത ഒരു ഹജ്ജിൻ്റെ രൂപമാണ് ഈ രൂപം. അതുകൊണ്ടാണ് ഈ രൂപത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ ആദ്യം ഉംറ ചെയ്യണം, രണ്ടാമത് ഹജ്ജ് ചെയ്യണം. ഇതിൽ ഈ ഹജ്ജ് എന്ന കർമ്മം അത് നമ്മൾ മക്കയിൽ പോയി ദിവസങ്ങൾ പാർത്ത് നമ്മുടെ കൂടെയുള്ള അമീറന്മാരുടെ കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ, പഠിക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ദുൽഹജ്ജ് 8-ന്റെ അന്ന് രാവിലെ നമുക്ക് പോകാനുള്ള ബസ് വരുമ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് നമ്മൾ മിനയിലേക്ക് പോകും. ഹജ്ജ് തുടങ്ങുകയാണ്. ഈ ദുൽഹജ്ജ് 8-ന് ഒരു പേരുണ്ട് ഹജ്ജുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. എന്താണ് ആ പേരെന്നറിയോ? യൗമു തെർവിയ എന്നാണ് അതിന് പേര് പറയാം. യൗമു തെർവിയ. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? തയ്യാറാകുന്ന ദിവസം, റെഡിയാകുക. ഹജ്ജിന് വേണ്ടി ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ മിനയിൽ പോയിട്ട് നേരത്തെ നിൽക്കുക. അതിനാണ് യൗമു തെർവിയ എന്ന് പറയാം. അത് ദുൽഹജ്ജ് 8-ആണ്. ദുൽഹജ്ജ് 8-ന്റെ അന്ന് നമ്മളൊക്കെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് നമുക്ക് വിവരം കിട്ടും. നിങ്ങൾ ഇത്ര മണിക്ക് ബസ് വരും, ആ ബസ്സിൽ കയറി മിനായിലെ ടെൻറ്റിലേക്ക് പുറപ്പെടണം എന്നാണ് നിർദ്ദേശം കിട്ടുക. ആ നിർദ്ദേശം കിട്ടിയാൽ ആ ബസ്സിലല്ലാതെ വേറെ ഒരു വഴിക്കും നമുക്ക് മിനയിലേക്ക് പോകാൻ പറ്റൂല.
അതുകൊണ്ട് ആ ബസ് എപ്പോഴാണ് വരിക, വരുന്നവരെ കാത്തുക്കുക. ചിലപ്പോൾ രാവിലെ 6 മണിക്ക് വരും എന്ന് പറയുന്ന ബസ് വൈകുന്നേരം 6 മണിക്ക് വന്നേക്കാം. അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ തിരക്ക്, ഇത്രയും ആളുകളെ കൊണ്ടുപോകുമ്പോഴുള്ള സ്വാഭാവിക പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വിടുക. എപ്പോഴാണോ ബസ് വരുന്നത് അപ്പം നമ്മളെ വിളിക്കും, ദാ ഗുഡ് ഹോപ്പിൻ്റെ കീഴിൽ വന്ന ഈ ഹോട്ടലിലെ ഇത്ര ഹാജിമാർക്ക് പോകാനുള്ള ബസ് താഴെ വന്നിട്ടുണ്ട്, എല്ലാവരും വരണം. അപ്പോൾ നമ്മളെല്ലാവരും പോയിട്ട് ആ ബസ്സിൽ കയറിയിരിക്കുക. ആ ബസ് നമ്മളെ മിനായിൽ നമ്മുടെ ടെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇറക്കും. പിന്നെ ആ ടെൻറ്റിലേക്ക് നമ്മൾ താമസിക്കുക. അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല. ളുഹർ സമയമാകുമ്പോൾ ളുഹറിൻ്റെ ബാങ്ക് വിളിക്കുക, 2 റക്അത്ത് ളുഹർ നിസ്കരിക്കുക. അസറിൻ്റെ സമയമാകുമ്പോൾ അസറിൻ്റെ ബാങ്ക് വിളിക്കുക, 2 റക്അത്ത് അസർ നിസ്കരിക്കുക. മഗ്‌രിബിൻ്റെ സമയമാകുമ്പോൾ 3 റക്അത്ത് മഗ്‌രിബ് നിസ്കരിക്കുക. യശാൻ്റെ സമയമാകുമ്പോൾ 2 റക്അത്ത് യശ നിസ്കരിക്കുക. സുബൈൻ്റെ സമയമാകുമ്പോൾ 2 റക്അത്ത് സുബൈ നിസ്കരിക്കുക. 5 നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം പറയൽ? ജമ്മാക്കാതെ ഖസ്റാക്കി നിസ്കരിക്കുക. ജമ്മാക്കാരനെ കൂട്ടി നിസ്കരിക്കുക, കൂട്ടലില്ല. 4 റക്അത്ത് ചുരുക്കി 2 ആക്കുക. അതാ റസൂലുള്ളാഹിന്റെ സുന്നത്ത്. അപ്പം അങ്ങനെ നിസ്കരിച്ച് ദുൽഹജ്ജ് 8-ന് നമ്മൾ മിനായിൽ നിൽക്കും. ഇവിടെ ഒന്നും നമുക്ക് പ്രത്യേകം ചെയ്യാല്ല, തെറ്റൂല, വഴി തെറ്റൂല. കാരണം ഈ ബസ് നമ്മളെ കൊണ്ടുപോയി അതിൻ്റെ മുമ്പ് കൊണ്ടുപോയി ഇറക്കും. പിറ്റേന്ന് ദുൽഹജ്ജ് 9 ആ ദിവസത്തിൻ്റെ പേരെന്താണ്? യൗമു അറഫ. ഹജ്ജിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ഇതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ നമ്മളിനി മക്കയിൽ വെച്ചുള്ള ക്ലാസ്സിൽ പറയട്ടോ. ഇപ്പം തന്നെ കേട്ടുകാണ്ട് ബേജാറാവണ്ട. അന്ന് നമുക്ക് അറഫയിൽ പോകണം. അതാണ് ഹജ്ജിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. അപ്പോൾ അന്ന് രാവിലെ നമുക്ക് നിർദ്ദേശം കിട്ടും, മിനായിൽ നിങ്ങൾക്ക് അറഫയിലേക്ക് പോകാനുള്ള ബസ് ഇന്ന സമയത്ത് വരും. നമ്മൾ റെഡിയായി നിൽക്കുക. അറഫയിലേക്ക് ബസ് വരുമ്പോൾ ആ ബസ്സിൽ കയറിയിരിക്കുക. അറഫയിലെ നമ്മുടെ ടെൻറ്റിൻ്റെ മുമ്പിൽ നമ്മളെ കൊണ്ടുപോയി ഇറക്കും. നമുക്ക് ആ ടെൻറ്റിലേക്ക് പ്രവേശിക്കുക. നിസ്കാരവും പ്രാർത്ഥനയും തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ ആയിട്ട് ആ ദിവസത്തെ മനോഹരമാക്കുക. സൂര്യാസ്തമയത്തോടുകൂടി അറഫയുടെ പ്രാധാന്യം അവസാനിക്കും. അപ്പം നമുക്ക് നിർദ്ദേശം കിട്ടും, 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം ഗുഡ് ഹോപ്പിൻ്റെ കീഴിലുള്ള ഇന്ന ഹാജിമാർക്ക് മുസ്ദലിഫയിലേക്ക് പോകാനുള്ള ബസ് ഇന്ന സ്ഥലത്ത് വരും. നിങ്ങളുടെ കൂടെ അമീർമാരുണ്ടാവും. ആ കൂടെയുള്ള ആൾക്കാർ പറയും, നമുക്കുള്ള ബസ് ഇന്ന സ്ഥലത്ത് വരും, അങ്ങോട്ട് പോവാം. നമ്മൾ നടന്നിട്ട് ആ ബസ് കിട്ടുന്ന സ്ഥലത്ത് പോയി നിൽക്കും. നമുക്കുള്ള ബസ് അവിടെ വരും. അന്ന് രാത്രി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? മുസ്ദലിഫയിലേക്കാണ് പോകണ്ടേ. ഈ ബസ് നമ്മളെ മുസ്ദലിഫയിൽ കൊണ്ടുപോയി ഇറക്കും. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങുക. പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. അവിടെ എത്തിയാൽ മഗ്‌രിബ് ഇശാ ഒന്നിച്ച് ജമ്മും ഖസറുമാക്കി നിസ്കരിക്കുക. എന്നിട്ട് കിടന്നുറങ്ങുക. സുബൈൻ്റെ കുറച്ച് മുമ്പ് എണീക്കുക, ഒളു എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാത്രി നിസ്കാരം ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന ആൾക്കാർ അത് നിസ്കരിക്കുക. പിന്നെ സുബഹി നിസ്കരിക്കുക. സുബഹി നിസ്കരിച്ചിട്ട് ഒരു മണിക്കൂറോളം സൂര്യോദയത്തിൻ്റെ സമയമാകുന്നത് വരെ പ്രവാചകൻ കിബിലയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചു. നമ്മളും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക നേരം വെളുക്കോളം. നേരം വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ബസ്സൊന്നും വരാനില്ല. നേരം വെളുത്ത് കഴിഞ്ഞാൽ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക്, നമ്മുടെ മിനയിലെ ടെൻറ്റിലേക്കോ അല്ലെങ്കിൽ നമുക്ക് കല്ലെറിയേണ്ട ജംറയിലേക്കോ നമ്മൾ നടക്കണം. അവിടെ നടക്കന്നെ വേണം. അവിടെ വേറെ ഒന്നും കിട്ടൂല. ചില ആൾക്കാർ പരിസ്ഥാതെ ഓട്ടോറിക്ഷയെങ്കിലും കിട്ടൂലേ, ഒന്നും കിട്ടൂല. മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് നടത്തം മാത്രമാണ് ആശ്രയം, വേറെ ഒരു സംവിധാനമില്ല. അത് പ്രധാനമന്ത്രി ആയാലും സാധാരണക്കാരനായാലും അങ്ങനെ തെൽബിയത്തും ചൊല്ലിയിട്ട് അങ്ങനെ നടക്കും. ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ആ അകലമനുസരിച്ച് ചെറിയ ചെറിയ ദൂരം. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് പഠിക്കാനോ വഴി അറിയാനോ ചോദിച്ചറിയാനോ ഒന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ മുറപ്രകാരം നടക്കും. മിനായിൽ നമ്മുടെ ടെൻറ്റിലെത്തി നമ്മുടെ ബാഗൊക്കെ ടെൻറ്റിൽ വെച്ചിട്ട് നമ്മൾ നേരെ ജംറയിലേക്ക് കല്ലെറിയാൻ പോകും. അങ്ങനെ സംഭവമുണ്ട്. ഈ ദുൽഹജ്ജ് 10-നാണ് ആകപ്പാടെ കുറച്ച് കാര്യങ്ങൾ ഹജ്ജിൽ ചെയ്യാനുള്ളത്. ഒന്ന്, ജംറയിൽ 7 കല്ലുകൾ കൊണ്ട് ഇങ്ങനെ മെല്ലെ എറിയണം. ഇങ്ങനെ ഒന്നായിട്ട് മാങ്ങക്കറിയണ ഏറെന്ന് എറിയണ്ട, മെല്ലെ ഇങ്ങനെ 7 കല്ലുകൾ കൊണ്ട്, അതായത് കടലമണിയോളം വലിപ്പമുള്ള ചെറിയ കല്ല്. ആ കല്ല് തലേന്ന് മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ പെറുക്കി എടുത്തിട്ടുണ്ടാവും. ഇതൊന്നും മറക്കൂല കേട്ടോ. പടച്ചോനായി ഞാൻ പൊറുക്കാൻ മറക്കുവോ? ഒരു മനുഷ്യനും മറക്കൂല. കാരണം സകല മനുഷ്യന്മാരും പൊറുക്കല്ലേ, അപ്പം നമ്മളും പൊറുക്കും. അതൊന്നും മറക്കൂല. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ആ കല്ലും കൊണ്ട് നമ്മൾ ജംറയിൽ പോയിട്ട് 7 ഏറെറിഞ്ഞ് അന്ന് പിന്നെ ബലി അറുക്കണം. അത് 2ാമത്തെ കാര്യമാണ്. ഈ ബലി അറുക്കാനുള്ള പൈസ നമ്മൾ നേരത്തെ സൗദി ഗവൺമെൻറ് അംഗീകരിച്ച ഏജൻസികളെ ഏൽപ്പിക്കും.
പ്രത്യേകിച്ച് പറയാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയേ അവിടെ 750 റിയാൽ വേണം, അവിടെ ഞങ്ങളൊക്കെ പാടെ കൂടി അറുക്കുന്നുണ്ട്, 300 റുപ്യക്ക് അറുക്കും പറയും. അള്ളാഹു ആലം ആ അറിവ് നടക്കുമല്ലേ? അത്തരം അറിവുകളൊക്കെ ഇല്ലീഗലാ, അതൊന്നും അവിടെ അനുവദിക്കൂല. സർക്കാർ തലത്തിൽ മാത്രമേ അറിവ് നടത്താൻ പാടുള്ളൂ എന്നാ. അപ്പം നമ്മൾ സർക്കാരിന് ആ പൈസ കൊടുത്താൽ നമുക്ക് റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റിലൊരു കുറിപ്പുണ്ടാവും. എന്താ നിങ്ങൾക്ക് വേണ്ടിയുള്ള അറിവ് ദുൽഹജ്ജ് 10-ന് 10 മണിക്ക് മുമ്പായിട്ട് നിർവഹിക്കുന്നുണ്ടാവുക. അത് സർക്കാർ നൽകുന്ന ഉറപ്പാണ്. സൗദി ഗവൺമെൻറ്റിൻ്റെ ഹജ്ജ് ഉംറ മന്ത്രാലയം നമുക്ക് നൽകുന്ന ഉറപ്പാണ് നിങ്ങൾക്കുള്ള മൃഗം. അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് ഉറപ്പിക്കാം എൻ്റെ മൃഗത്തിനെ അറുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ജംറയിൽ എറിഞ്ഞു, മൃഗത്തിനെ നമുക്ക് വേണ്ടി അവിടെ അറുത്തു. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് മക്കയിൽ പോയിട്ട് ഒരു തവാഫും സഅയും നിർവഹിക്കണം. അത് അന്ന് തന്നെ ചെയ്യണമെന്നില്ല, അത് അന്ന് ചെയ്യണമെങ്കിൽ ഒരു ലേശം ആരോഗ്യമാണ്. കാരണം ഒരു 5-6 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം മക്കത്തേക്ക്. അത് എറിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് അത്രയും കിലോമീറ്റർ ഇങ്ങോട്ടും നടക്കണം. അപ്പോൾ എല്ലാം പാടെ മൊത്തം അന്ന് ഒരു 10-20 കിലോമീറ്റർ നടക്കേണ്ടി വരും. ഈ ആണുങ്ങളായതുകൊണ്ട് ഈ അണ്ടർവേഡൊന്നും ഇടാതെ വെറും ഈ ഉംറ ഡ്രസ്സിലല്ലേ കാലൊക്കെ അങ്ങോട്ട് പൊട്ടിയിട്ട് എന്നെ പോലെ അത്യാവശ്യം മെലിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും നടക്കാനൊക്കെ. എല്ലാവരും താറാവുകൾ പോണമായിരിക്കാം പോവുക അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ട്. അപ്പം അന്ന് ആ മക്കയിൽ പോയിട്ട് തവാഫും സഅയും ചെയ്യാൻ നടക്കാൻ സാധിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അന്ന് പോയിട്ട് ചെയ്യൽ ഏറ്റവും ഉത്തമം. അന്ന് വണ്ടിയൊന്നും കിട്ടൂല കേട്ടോ. മൊലവി വല്ല ടാക്സി വല്ലതും കിട്ടുമോ? എത്ര പൈസയും കൊടുക്കാൻ? ആർക്കാ പൈസ ഉണ്ട്? സൗദി അറേബ്യയിൽ നമ്മൾ പൈസ കൊണ്ട് കളിച്ചത്. അവിടെ പൈസ കൊണ്ടൊന്നും കാര്യമില്ല, അന്നൊന്നും കിട്ടൂല, അന്ന് നടന്ന് തന്നെ പോകണം. അപ്പം അന്ന് അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഏത് കാര്യവും നമുക്ക് എളുപ്പമായിട്ടാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അള്ള പറഞ്ഞത് അന്ന് തന്നെ നിങ്ങൾ ഈ കാര്യം ചെയ്യണമെന്നില്ല, പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ അല്ല, നിങ്ങൾ എന്നാണോ മക്കത്തുനിന്ന് തിരിച്ചു പോരുന്നത് അതിൻ്റെ മുമ്പ് ചെയ്താൽ മതി. ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പം ദുൽഹജ്ജ് 10-ൻ്റെ അന്ന് ജംറയിൽ എറിയണം, ബലി അറുക്കാനുള്ള പൈസ കൊടുക്കണം, പിന്നെ മുടി മുറിക്കണം, തവാഫും സഅയും പറ്റുന്നോല് അന്ന് ചെയ്യണം, അല്ലാത്തവർക്ക് പിന്നെ എപ്പോഴാണോ പറ്റുക അപ്പം ചെയ്താൽ മതി. ദുൽഹജ്ജ് 10 കഴിഞ്ഞ് അന്ന് പെരുന്നാളാണ്. 11, 12, 13 ഹജ്ജിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളാണ്. എന്താ നിങ്ങൾ ഒന്നും ചെയ്യാല്ല, മിനായിൽ ഇങ്ങനെ ഇരിക്കുക, നേരം ഭക്ഷണം കഴിക്കുക, ബാങ്ക് കൊടുത്താൽ ഉടനെ നിസ്കരിക്കുക. പിന്നെ ഈ 3 ദിവസവും ളുഹറിന് ശേഷം, ളുഹർ നിസ്കാര ശേഷം നമ്മൾ നേരത്തെ പോയ ജംറ ഉണ്ടല്ലോ, ആ ജംറയിൽ പോയിട്ട് 3 സ്ഥലങ്ങളിൽ ഇങ്ങനെ കല്ലെറിയണം. ഒന്നാമത്തെ ദിവസം ഒരു ജംറയിൽ 7 കല്ല്, രണ്ടാമത്തെ ജംറയിൽ 7 കല്ല്, മൂന്നാമത്തെ ജംറയിൽ 7 കല്ല്, 21 കല്ലുകൾ കൊണ്ട് ദുൽഹജ്ജ് 11-ന് എറിയണം. പിന്നെ അന്ന് മടങ്ങുക ടെൻറ്റിക്ക് തന്നെ. 12-ന് പിന്നെയും പോവുക, അന്നും എറിയാം. ഇനി ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് 13-ന് നിൽക്കാൻ വയ്യ, ബാത്റൂമും ക്ഷീണം ഇടങ്ങേറൊക്കെ ഉണ്ട്, ഞാൻ അവസാനിപ്പിച്ച് പോവുകയാണ് എന്ന് തോന്നിയാൽ 12-ൻ്റെ ഏറോടുകൂടി അയാൾക്ക് മക്കയിലേക്ക് മടങ്ങിപ്പോകാം. അയാൾ ഹജ്ജ് കഴിഞ്ഞ് അല്ല ഞാൻ അത് മുഴുവനാക്കിയിട്ടേ പോവുള്ളൂ എന്നുണ്ടെങ്കിൽ 13-നും കൂടി നിൽക്കുക. 13-ൻ്റെ ഉച്ചയ്ക്ക് ശേഷം കല്ലെറിഞ്ഞിട്ട് നമുക്ക് മക്കയിലേക്ക് മടങ്ങാം. കഴിഞ്ഞു, നമ്മുടെ ഹജ്ജ് കഴിഞ്ഞു. പിന്നെ നമ്മൾ മക്കയിൽ നിന്ന് മടങ്ങി പോരുമ്പോൾ ഒരു വിദായിൻ്റെ തവാഫ് ഉണ്ടല്ലേ, ഹറമിനോട് യാത്ര ചോദിക്കുന്ന ഈ തവാഫ് കൂടിയായാൽ ഹജ്ജ് കഴിഞ്ഞു. ഇപ്പം എന്താ ഹജ്ജ് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കുകയാണ്. ഞാൻ ക്രമത്തിലൊന്ന് പറയട്ടെ. നമ്മൾ താമസിക്കുന്ന മുറിയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ദുൽഹജ്ജ് 8-ന് മിനയിലേക്ക് പുറപ്പെടും. അന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല, നേരം നിസ്കരിച്ച് നേരത്തിന് ഭക്ഷണം കഴിച്ച് നിസ്കാരം ഖുർആനും ദിക്റുമൊക്കെ ആയിട്ട് നമ്മൾ മിനായിൽ തങ്ങും. എന്ന് ദുൽഹജ്ജ് 8-ന് മിനായിൽ. ദുൽഹജ്ജ് 9-നാണ് യൗമു അറഫ. അതാണ് ഹജ്ജിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. നമ്മുടെ പാപങ്ങളൊക്കെ പടച്ചോൻ അന്നാണ് പൊറുക്കുക. അന്നാണ് അള്ളാഹു സ്വർഗത്തേക്കാണ് കയറ്റി വിടുക. ദുൽഹജ്ജ് 9-ന് അറഫയിൽ തൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ, തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് പറ്റിയിട്ടില്ലെങ്കിലേ ഓൻ്റെ കാര്യം കഷ്ടം തന്നെയാണ്. അപ്പോൾ ദുൽഹജ്ജ് 9-ന് നമ്മൾ രാവിലെ അറഫയിൽ പോകും. അവിടെ ടെൻറ്റുകൾ ഉണ്ടാകും. ആ ടെൻറ്റുകൾക്കുള്ളിൽ വൈകുന്നേരം വരെ നമ്മൾ അവിടെ ഉണ്ടാവും. ഭക്ഷണം കിട്ടും, നിസ്കാരം ഉണ്ടാകും, ദുആകളും പ്രാർത്ഥനകളുമായിട്ട്. ഇനി ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള രൂപം നമുക്ക് മക്കയിൽ വെച്ച് ഓരോ ദിവസവും നമ്മുടെ അമീറന്മാരിങ്ങനെ പഠിപ്പിച്ചു തരും കേട്ടോ. ഈ പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്നതും
ഗവൺമെൻറ് ഗ്രൂപ്പിൽ പോകുന്നതും സാമ്പത്തികമായിട്ട് ചില വ്യത്യാസങ്ങൾ കാണുമെങ്കിലും ശരിക്കും ഒരു ഹജ്ജ് നിർവഹിക്കുവാൻ സാധിക്കണമെങ്കിൽ പലപ്പോഴും നമ്മൾക്ക് ഇത്തരം വഴികൾ തിരഞ്ഞെടുക്കേണ്ടി വരും. നിങ്ങളുടെ കൂടെ 50 ആൾക്ക് ഒരാളെന്ന രൂപത്തിൽ ഒരു ബസ്സിൽ, ഒരു ബസ് 49 സീറ്റ് ഉണ്ടാവുക, ആ 49 സീറ്റുള്ള ബസ്സിൽ ഒരു അമീർ എന്ന രൂപത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ കൂടെ ഉണ്ടാവും. ഇനി ഹജ്ജിനാവട്ടെ ദുൽഹജ്ജ് 8 ഇപ്പം നമ്മൾ മക്കയിൽ പോയാൽ പല സ്ഥലത്താണ് താമസിക്കുക, പല പിന്നെ ഓരോ പാക്കേജ് അനുസരിച്ച് വേറെ വേറെ ഹോട്ടലിലാണ് താമസിക്കുക. പക്ഷേ ദുൽഹജ്ജ് 8 മിനയിലെത്തുമ്പോൾ നമ്മളെല്ലാവരും ഒരു ടെൻറ്റിലെത്തുക. ടോപ്പിൻ്റെ കീഴിൽ മൊത്തം 350 ഹാജിമാരുണ്ട്. ഈ 350 ഹാജിമാരും ഒരൊറ്റ ടെൻറ്റിലെത്തുക. ഒരു ഇങ്ങനെ മറച്ചിട്ട് പെണ്ണുങ്ങൾ ഇപ്പുറത്ത് ആണുങ്ങൾ ഇപ്പുറത്ത്. നമ്മൾ എല്ലാ വക്തിലും ഒരുമിച്ച് കാണും, ഒരുമിച്ച് സംസാരിക്കും. അടുത്ത മണിക്കൂറിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്താ ഇത് കഴിഞ്ഞല്ലോ അടുത്ത എന്താ അത് അന്ന് ക്ലാസ്സിന് ഉസ്താദ് എന്തോ പറഞ്ഞിനി ഞാൻ മറന്നു. ഒരാളും ബേജാറാകണ്ട. ഓരോ ഇലക്ഷൻ്റെ ഒക്കെ റിസൾട്ട് പറയണമായിരിക്കാം ഓരോ മിനിറ്റിലും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്ന് നിങ്ങളുടെ അമീർമാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിലൊരു ബേജാറും വേണ്ട. അപ്പൊ ദുൽഹജ്ജ് 8 മിന, ദുൽഹജ്ജ് 9 അറഫ, അന്ന് വൈകുന്നേരം മുസ്ദലിഫ, പിറ്റേന്ന് രാവിലെ വീണ്ടും മിന, പിന്നെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ. നമ്മൾ ഹജ്ജിന് വേണ്ടി ആകെ ചെലവഴിക്കുന്നത് 6 ദിവസമാണ്. ദുൽഹജ്ജ് 8 യൗമു തെർവിയ, ദുൽഹജ്ജ് 9 യൗമു അറഫ, ദുൽഹജ്ജ് 10 ഏതാ ദിവസം? പെരുന്നാളാണ്, യൗമു നെഹ്ർ എന്നാ പറയാ പെരുന്നാള്. 11, 12, 13 ഈ ദിവസങ്ങൾക്ക് എന്താ പേര് പറയാ? അയ്യാമു തശ്രീഖ്. ഇതാണ് ഹജ്ജിന്റെ 6 ദിവസങ്ങൾ. യൗമു തെർവിയ, യൗമു അറഫ, യൗമു നെഹ്ർ, അയ്യാമു തശ്രീഖ്. ഈ 6 ദിവസങ്ങളാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ നമുക്കാവശ്യമായ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനും ആ സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാനും അവിടെ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാനും ഇൻഷാ അല്ലാഹ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ വിഷയത്തിൽ ആരും ബേജാറാവേണ്ടതില്ല. നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയാം? ഉംറയാണ്. നമ്മൾ ഇവിടെ നിന്ന് മക്കയിലെത്തി ഉംറ നിർവഹിക്കുവാൻ വേണ്ടി ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായ തിരക്കിൽ നമ്മളൊക്കെ പല ഭാഗത്തെത്തിപ്പെടും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉംറ നിർവഹിക്കേണ്ടത് എന്ന് നേരത്തെ നമ്മൾ പഠിച്ചു വെച്ച്, പഠിച്ചോനെ എൻ്റെ ഒപ്പം മരുവോളുണ്ടായിനി, ഓള് പറഞ്ഞുതരാന്നാ പറഞ്ഞിന്, ഓളെയും കാണാനല്ല, ഇനി എന്താ ഇപ്പം കാട്ടുക എന്ന് ബേജാറാകരുത്. ഒരു മരുവോളെയും കാത്തിക്കരുത്, ഒരു മകളെയും കാത്തിക്കരുത്. എനിക്ക് ചെയ്യാനുള്ള ഉംറ ഞാൻ ഇവിടുന്ന് പഠിച്ചാൻ പോകണം. ഞാൻ ആ മത്താഫിലേക്ക്, മത്താഫ് പറഞ്ഞ ആൾക്കാർ കറങ്ങുന്ന സ്ഥലമാണ്, ഞാൻ അവിടേക്ക് ഇറങ്ങി ഒരു ചുഴി ഇങ്ങനെ കറങ്ങി വരുമ്പം ബാക്കൊക്കെ നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല കൂടെ, നമ്മളാകെ വഴി തെറ്റിയിട്ടുണ്ടാവും. ബേജാറാകാതെ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യാം. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് നിർവഹിച്ചാൽ നമ്മുടെ കാര്യം സലാമത്തായി. അപ്പോൾ ഉംറ നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഇവിടുന്ന് പഠിച്ചു പോകണം. അത് കൂടെ അമീർ ഉണ്ടാവുമല്ലോ, മൂപ്പര് പറഞ്ഞു തരുമല്ലോ, പറഞ്ഞൊക്കെ തരും കൂടെ ഉണ്ടെങ്കിൽ. പക്ഷെ അവിടെ ചെന്നാൽ കൂട്ടം തെറ്റാനുള്ള സാധ്യത 100% തന്നെ നമ്മൾ ഇവിടുന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പോയാൽ കൂട്ടം തെറ്റിയാലും നമുക്ക് ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യാം. ഉംറയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ 3 ഒരുപാടൊന്നുമില്ല. ഇത്രയും പൈസ ചെലവാക്കി പോയിട്ട് 3 ഉള്ളൂ. പണ്ടൊരു പള്ളി ദർശനൊരു തമാശ കേട്ടിരിക്കുന്ന ഉസ്താദ് പറഞ്ഞതാണ്, ഈ പണ്ട് കാലത്തൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡ് ഈ കല്യാണത്തിൻ്റെ മാർക്കറ്റിലൊക്കെ. ഇപ്പം ഏകദേശം അങ്ങനെയാണല്ലേ. അപ്പം അന്നിങ്ങനെ പെണ്ണ് കിട്ടണമെങ്കിൽ ഈ ആണുങ്ങൾ പെണ്ണുങ്ങളെ പെരീക്ക് ചെല്ലുന്നാ പറഞ്ഞു. എന്നിട്ടിങ്ങനെ അപ്പോൾ ഈ പെണ്ണിൻ്റെ ബാപ്പ അങ്ങനെ കുറേ ഇൻ്റർവ്യൂ ഒക്കെ നടത്തും. അത്രേ എൻ്റെ മകളെ അവന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രൂപത്തിൽ മതപരമായ കാര്യങ്ങളൊക്കെ അത്ര അന്നത്തെ കാലത്ത് ചോദിക്കല്. അപ്പോൾ ഈ ബാപ്പ ഈ കാണാമെന്ന ചെക്കനോട് ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, ഇത് ഫിഖ്ഹൊക്കെ പഠിച്ചിക്കണോ? ആ ഫിഖ്ഹൊക്കെ പഠിച്ചിക്കണ്, ഒന്നും പഠിച്ചിട്ടില്ലേ? അപ്പം അദ്ദേഹം ചോദിച്ചത്രേ, കുളിൻ്റെ ഫർള് എത്രയാണ് എനിക്കറിയാം? കുളി അതിൻ്റെ ഫർള് എത്രയാണ് എനിക്കറിയാം? ആദ്യമായിട്ട് കേൾക്കണേ. ഓൻ കുളിച്ചലെ കണ്ട് പോയി ചാടലാണ്, അതിൻ്റെ ഫർള് സുന്നത്തൊന്നും അറിയില്ല. അപ്പോൾ ഈ ഫർള് എത്ര ഇപ്പം കുറേ ആലോചിച്ച് 5 പറഞ്ഞു. അതിൽ മൂപ്പര് വെച്ച് 5 ചോദിച്ചു, അതിലോ 5 കൂടി കൂട്ടി പറഞ്ഞു 10 പറഞ്ഞു. അതിൽ മൂപ്പര് വെച്ച് 10 ഉള്ളു വെച്ച്, അതിലോ 15 പറഞ്ഞു. അപ്പോൾ പെണ്ണിങ്ങനെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പെണ്ണിനാണ് ഇവനായിട്ട് പറ്റി ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ബാപ്പാൻ്റെ ചോദ്യത്തിൽ തോറ്റാൽ ഓൻ പോകും നോക്കുക അറിയാം. അപ്പോൾ ഓളിങ്ങനെ ഇവനെ വല്ല സ്വകാര്യം വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ 2 എന്ന് പറഞ്ഞു കൊടുത്തു. 2 കുളിൻ്റെ ഫർള് 2 ഒന്ന് നീയത്താണ്, ഒന്ന് ശരീരം മുഴുവനും വെള്ളം നനയണമെന്നാണ് 2. അപ്പോൾ ഇവൻ പറഞ്ഞെന്താ അറിയോ,
15 വരെ പറഞ്ഞിട്ട് എൻ്റെ ബാപ്പ സമ്മതിച്ചിട്ടില്ല, ഇനിയിപ്പോൾ രണ്ടും എങ്ങനെ ബാപ്പ സമ്മതിച്ചു വെച്ചു. അതേപോലെ നമുക്കൊരു സംശയം ഉണ്ടാവുക, ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മൾ ഉംറക്ക് പോയിട്ട് ആകെ 3 കാര്യങ്ങളെ ഉംറയിൽ ചെയ്യാനുള്ളൂ. അതെ, ഉംറയിൽ ആകെ 3 കാര്യം ചെയ്യാനുള്ളൂ. ഒന്നെന്താ നിങ്ങൾ? ഒന്ന് ഇഹ്റാം. എല്ലാവർക്കും അറിയുന്ന പോലെ ഉംറ എന്ന കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ആ നിയ്യത്തിന് പറയുന്ന പേരാണ് ഇഹ്റാം. ഈ പദങ്ങൾ വേറെ എവിടെയോ കേട്ടിക്കണോ? ഇഹ്റാം എന്നുള്ള പദം ഇപ്പൊ നമ്മുടെ നാട്ടിൽ എവിടെ? തക്ബീറത്തുൽ ഇഹ്റാം. ഏതാണ് തക്ബീർ? നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ഒന്നാമത്തെ തക്ബീറിന് പറയുന്ന പേരാണ് തക്ബീറത്തുൽ ഇഹ്റാം. എന്താണ് ഒന്നാമത്തെ തക്ബീറിന്റെ പ്രത്യേകത? നമ്മൾ നിസ്കാരം എന്ന കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് ആ തക്ബീറിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന പേര് കിട്ടാൻ കാരണം. അപ്പൊ ഇഹ്റാം പറഞ്ഞാൽ എന്താണ്? ഒരു കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതന്നെയാണ് ഇഹ്റാം. ഹജ്ജിന്റെ ഉംറന്റെ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന നിയ്യത്തിന് പറയുന്ന പേരാണ് ഇഹ്റാം. അല്ലേ? ആൾക്കാർ ചോദിക്കുകയെ എവിടുന്നാ ഇഹ്റാം കെട്ടണ്? ഇഹ്റാം കെട്ടലൊന്നല്ല. ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുകയാണ്, നമ്മൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഹജ്ജിൻ്റെ അല്ലെങ്കിൽ ഉംറയുടെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് മനസ്സിൽ വിചാരിക്കുക. അതിന് പറയുന്ന പേര് നിയ്യത്ത്. ആ നിയ്യത്തിനാണ് നമ്മൾ ഇഹ്റാം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തേത് ഇഹ്റാമാണ്. മനസ്സിൽ നിയ്യത്ത് വെക്കുക, ഞാൻ ഹജ്ജിൻ്റെ അല്ലെങ്കിൽ ഉംറയുടെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് അതൊന്ന് പ്രഖ്യാപിക്കണം എന്നത് പ്രവാചകന്റെ ഒരു സുന്നത്താണ്. എങ്ങനെയാ പ്രഖ്യാപിക്കേണ്ടത്? ഉംറക്കാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, ഹജ്ജിനാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ. അത്ര. ഇനി ഒരാൾക്ക് അറബി അറിയില്ല, അയാൾ പറയണമെന്നില്ല, മനസ്സിൽ വിചാരിച്ചാൽ മതി, ഞാൻ ഉംറയിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്, ഞാൻ ഇഹ്റാം ചെയ്യുകയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ആ വിചാരിക്കുന്ന സമയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയൽ പ്രവാചകന്റെ സുന്നത്താണ്. പുരുഷന്മാർ ഇത്തിരി ഉറക്കെ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, സ്ത്രീകൾ ഇത്തിരി പതുക്കെ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. ഇതാണ് ഇഹ്റാം. ഈ ഇഹ്റാം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറ്റൂല. ചില ആൾക്കാർ ചോദിക്ക്, നിങ്ങൾ വീട്ടിൽ നിന്നാ എയർപോർട്ടിൽ നിന്നാ എവിടുന്നാ നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കണേ? ആ ചോദ്യം തന്നെ കാര്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത കൊണ്ടുള്ള ചോദ്യം. ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് മീഖാത്തിൽ വെച്ചാണ്. എന്താ മീഖാത്ത്? മീഖാത്ത് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി നിശ്ചിതമായ 5 സ്ഥലങ്ങൾ അള്ളാഹു നിർദ്ദേശിക്കണം. ആ സ്ഥലങ്ങളിൽ വെച്ച് മാത്രമേ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ്. ആ സ്ഥലങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് മീഖാത്ത്. നമ്മൾ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മീഖാത്തിൽ കൂടി ആയിരിക്കും മക്കയിലേക്ക് പ്രവേശിക്കുക. ജിദ്ദയിൽ നിന്ന് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ മദീനയിൽ നിന്ന് പോകുന്ന ആളുകൾ, റിയാദിൽ നിന്ന് പോകുന്ന ആളുകൾ, ഈജിപ്തിൽ നിന്ന് വരുന്ന ആളുകൾ, ഇവരൊക്കെ വേറെ വേറെ വഴിക്കാ മക്കയിലേക്ക് എത്തുക. അതുകൊണ്ട് അവർക്കൊക്കെ വേറെ വേറെ മീഖാത്തുണ്ട്. ഇപ്പം നമ്മളെ കൂട്ടത്തിൽ തന്നെ നേരെ മക്കയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ജിദ്ദയിൽ ഇറങ്ങിയിട്ട് മദീനയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഈ 2 കൂട്ടരുടെയും മീഖാത്തുകൾ വേറെ വേറെ ഇക്കാരം. മക്കയിൽ നിന്ന് പോകുന്ന ആളുകളുടെ മീഖാത്ത് യലംലം, അല്ലെങ്കിൽ ജിദ്ദയിൽ നിന്ന് നേരെ മക്കയിലേക്ക് പോകുന്ന ആൾക്കാരുടെ മീഖാത്ത് യലംലമായിരിക്കും. എന്നാൽ മദീനയിൽ പോയിട്ട് മക്കയിലേക്ക് വരുന്ന ആൾക്കാരുടെ മീഖാത്ത് അബിയാർ അലി എന്ന ഒരു സ്ഥലമായിരിക്കും. എന്നാൽ ചിലപ്പോൾ റിയാദ് വഴിക്കൊക്കെ കറങ്ങി വരുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ ആ ഫ്ലൈറ്റ് വരുന്ന മീഖാത്ത് കർണുൽ മനാസിൽ എന്ന വേറെ ഒരു മീഖാത്തേക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മീഖാത്തിലൂടെ മാത്രമേ നമുക്ക് മക്കയിലേക്ക് പോകാൻ കഴിയൂ. അത് ചിലപ്പോൾ റോഡ് മാർഗം പോകുന്ന വഴിയിലേക്കാരം, ചിലപ്പോൾ ആകാശമാർഗം പോകുന്ന വഴിയിലേക്കാരം. റോഡ് മാർഗം അവർ മീഖാത്തിലെത്തും. ആ പള്ളിയിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് അവർക്ക് മക്കയിലേക്ക് പോകാം. എന്നാൽ നേരെ മക്കയിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് റോഡ് മാർഗം മീഖാത്ത് കിട്ടൂല. ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വിമാനത്തിൻ്റെ പൈലറ്റ് പറയും, നിങ്ങൾ ഇന്ന സമയത്ത് മീഖാത്തിലെത്തും. അപ്പം നമ്മൾ ആ സമയം കറക്റ്റാക്കി ആ മീഖാത്തിൻ്റെ സമയമാകുമ്പോൾ ആ ഫ്ലൈറ്റിൽ വെച്ച് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പം നമ്മൾ ഉംറയുടെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇഹ്റാമാണ്. ഇഹ്റാം മീഖാത്തിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത്. ഏതാണ് മീഖാത്ത് എന്ന് നിങ്ങളുടെ കൂടെയുള്ള അമീർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ മീഖാത്തിലെത്തുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യാൻ വേണ്ടി പഠിച്ചു വെക്കുക. ഒന്നാമത്തേത്.
ഈ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചില സുന്നത്തായ കാര്യങ്ങൾ, നിർബന്ധമല്ല, സുന്നത്തായ കാര്യം. ഒന്ന്, നന്നായിട്ട് കുളിക്കുക. രണ്ട്, പുരുഷന്മാർ വസ്ത്രത്തിലാവാതെ ശരീരത്തിൽ മാത്രം സുഗന്ധങ്ങൾ ഉപയോഗിക്കുക, അല്ലേ? മൂന്ന്, ഒളു ഉണ്ടായിരിക്കുക. നാല്, ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമായിരിക്കുക. ഇതൊക്കെ ഇഹ്റാമിൻ്റെ അതിൽ പ്രവേശിക്കുന്നതിന് മുമ്പത്തെ ചില സുന്നത്തുകളാണ്. ഇതിപ്പോൾ നമ്മൾ ഈ വിമാനത്തിലും ബസ്സിലൊന്നും പോകുമ്പോഴേ ഈ സുന്നത്തുകളൊന്നും അവിടെ വെച്ച് നിർവഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് കുളി വീട്ടിൽ നിന്ന് കുളിക്കുക. പുറപ്പെടുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും സൗകര്യമുള്ള ഒരു സമയത്ത് നന്നായിട്ടൊന്ന് കുളിക്കുക. ആ കുളിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ നിയ്യത്തുണ്ടാവുക, ഇത് ഇഹ്റാമിൻ്റെ കുളിയാണ്. ചില സഹോദരിമാരൊക്കെ ഗ്രൂപ്പിൽ ഒറ്റക്കൊക്കെ ചോദിച്ചിരുന്നു, ഈ രാവിലെ പുറപ്പെടുമ്പോൾ രാവിലെ കുളിക്കാൻ കഴിയില്ല, മുടിയൊന്നും ഉണങ്ങി കിട്ടൂല, അതുകൊണ്ട് തലേന്ന് കുളിച്ചാൽ മതിയോ? എപ്പോഴും കുളിക്കാം. നിങ്ങൾ തലേന്നോ അതിൻ്റെ അപ്പുറത്തെ കുളിച്ചോളി. പക്ഷെ ആ കുളിക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുണ്ടാവുക, ഞാൻ ഈ കുളിക്കുന്ന കുളി എൻ്റെ ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളിയാണ് എന്ന നിയ്യത്ത് മനസ്സിലുണ്ടാവുക. എന്നിട്ട് അത് വീട്ടിൽ നിന്ന് തന്നെ കുളിക്കുക. കുളിച്ചിട്ട് നമ്മൾ വാഹനത്തിലോ മറ്റോ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാം. പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ ഇതുപോലത്തെ വസ്ത്രം ധരിക്കാൻ പറ്റൂല. ഒരു തുണി ഉടുക്കാം, ഒരു തുണി പുതക്കാം. അപ്പം നമ്മൾ ഈ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം എവിടെ വെച്ചാ മാറുക? ഒന്നുകിൽ വീട്ടിൽ നിന്ന് മാറാം, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് മാറാം. നമുക്ക് എവിടുന്നാണോ സൗകര്യം അവിടുന്ന് തന്നെ മാറും. വീട്ടിൽ നിന്ന് തന്നെ മാറി ഇറങ്ങിയ സുഖ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ട്രൗസറും പാൻറ്റും ഒക്കെ അഴിച്ചു വെച്ചിട്ട് ഒരു തുണി എടുത്ത് വേറെ തുണി പുതച്ചും കണ്ട് പോന്നാൽ സുഖ, ഒരു കുഴപ്പമില്ല. അതും കൊണ്ട് വിമാനത്തിൽ കയറി അവിടെ ഇരിക്കുക. മീഖാത്തിലെത്തുമ്പോൾ നമുക്ക് നിർദ്ദേശം കിട്ടുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം കഴിഞ്ഞു. സ്ത്രീകൾക്കാവട്ടെ മുഖവും മുൻകൈയും മറക്കാത്ത ഏത് വസ്ത്രങ്ങളും, ഇസ്ലാം അനുവദിച്ച ഏത് വസ്ത്രവും സ്ത്രീകൾക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അവർക്ക് ഈ വസ്ത്രം മാറുന്ന പ്രശ്നം ഉണ്ടാവുന്നില്ല. പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് വീട്ടിൽ നിന്ന് മാറാം, എയർപോർട്ടിൽ നിന്ന് മാറാം, സൗകര്യം പോലെ. അപ്പം നമ്മളെന്ത് ഇപ്പം എന്തായി, നമ്മൾ പുറപ്പെടുക കേട്ടോ. നമ്മൾ രാവിലെ അല്ലെങ്കിൽ നമ്മൾ പുറപ്പെടേണ്ട ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുക. എന്താ ചെയ്തത്? നേരത്തെ കുളിച്ചു, നന്നായിട്ട് കുളിച്ചു. പുരുഷന്മാർ ആവശ്യമാണെങ്കിൽ വസ്ത്രങ്ങൾ മാറ്റി, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഒരു കവറിൽ കൈ പിടിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയൊക്കെ ഏതാ പ്രാർത്ഥന? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന, വാഹനത്തിൽ കയറുമ്പോൾ അല്ലേ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. അത് ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോൾ മാത്രമല്ല കേട്ടോ. ഏതോ അൽമനാറിലെ കുട്ടികൾ, അൽഫിത്രയിലെ കുട്ടികൾ വണ്ടി കയറിയാണ്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ വല്യമ്മ ചോദിച്ചോലോ, ഇജെന്താ ഉംറക്കും ഉണ്ടോ? അപ്പോൾ ഓലൊക്കെ വിചാരിച്ചത് ഇത് ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്നാ. അങ്ങനെയൊന്നല്ല, ഏത് യാത്രക്കും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അപ്പം യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ നേരെ വിമാനത്താവളത്തിലെത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി നമ്മളെ ഫ്ലൈറ്റ് കയറി നമ്മൾ യാത്ര പോവുകയാണ്. മീഖാത്തിലെത്തുന്ന സമയം അറിയിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ആ സ്ഥലത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചു. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, അല്ലേ? പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? പിന്നൊന്നുമില്ല, പിന്നെ ധാരാളമായിട്ട് തെൽബിയത്ത് ചെല്ലുക. എന്താ തെൽബിയത്ത് പറഞ്ഞാൽ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അതങ്ങനെ മക്കയിലെത്തുന്നത് വരെ ചെല്ലുക. എയർപോർട്ടിൽ ഇറങ്ങി നമുക്കുള്ള ബസ് വരും. ആ ബസ് നമ്മളെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഇറക്കും. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് റൂം കിട്ടി നമ്മൾ വിശ്രമിച്ച് എല്ലാം യാത്ര ആ പ്രയാസങ്ങളൊക്കെ മാറി. കാരണം നമ്മൾ പോണത് തലേന്ന് രാത്രിയാണ്, അതിൻ്റെ മുമ്പത്തെ രാത്രി യാത്രയപ്പിൻ്റെ രാത്രിയാണ്, ഉറങ്ങിയിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളായിരിക്കും. ആ ക്ഷീണമൊക്കെ നമ്മൾ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് മാറ്റുക. നിങ്ങളുടെ അമീർ പറയും, നാളെ രാവിലെ ഇന്ന സമയത്ത് നമ്മൾ ഉംറക്ക് പുറപ്പെടും റൂമിൽ നിന്ന്. അപ്പം എല്ലാവരും കുളിച്ചൊക്കെ റെഡിയായിട്ട് ഉഷാറായിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ വന്ന് നിൽക്കുക. നമ്മൾ കൂട്ടമായിട്ട് നേരെ ഹറമിലേക്ക് പോകും. തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടാ പോവുക. ഹറമിലെത്തിയാൽ ഹജ്ജിൻ്റെ അല്ലെങ്കിൽ ഉംറയുടെ രണ്ടാമത്തെ കർമ്മം ചെയ്യണം. അതെന്താണ്? തവാഫ്. കഅബയെ 7 പ്രാവശ്യം വലം വെക്കുക. അതിന് പറയുന്ന പേരാണ് തവാഫ്. അത് തുടങ്ങേണ്ടത് ആ കഅബ ഒരു ചതുരത്തിലുള്ള കെട്ടിടമായതുകൊണ്ടേ അതിന് 4 മൂലയുണ്ട്. ഈ ഓരോ മൂലക്കും ഓരോ പേരുണ്ട്. ഒരു മൂലയിലാണ്
ഹജറുൽ അസ്വദ് എന്ന കല്ല് സ്ഥാപിച്ചത്? അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് നമുക്ക് അവിടുന്ന് പറയാം. ഈ മൂലയിൽ നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്. തവാഫ് തുടങ്ങുമ്പോൾ കഅബ നമ്മുടെ ഇടതുഭാഗത്തായിരിക്കണം എന്നാ. അതായത് ഈ പൊസിഷനിൽ ഇങ്ങനെ ഈ രൂപത്തിലാണ് ഇങ്ങനെ ചുറ്റുക. ആൻറ്റി ക്ലോക്ക് വൈസ് എന്നാ പറയാം അല്ലേ? നമ്മുടെ ഇടതുഭാഗം കിബിലക്ക് നേരെ ആകുന്ന രൂപത്തിലാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. ഈ മൂലയിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ പോന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് തുടങ്ങൽ സുന്നത്താ. ചുംബിക്കാനൊന്നും കഴിയില്ല, തിരക്കുകൊണ്ട്. ചുംബിക്കാൻ പറ്റിയില്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ തൊടാൻ പറ്റുമോ നോക്കുക, അതും പറ്റൂല, തിരക്കുകൊണ്ട്. മൂന്നാമത്തെ മാർഗം എന്താ അറിയോ? ഈ മൂലയുടെ നേരെ കൈ ഉയർത്തിയിട്ട് ലബ്ബൈക് അല ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുക. എന്താണ്? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് തവാഫ് തുടങ്ങാം. ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നടക്കുമ്പോൾ ഈ മൂലയിലെത്തി, അവിടുന്ന് ഈ മൂലയിലെത്തി, ഈ മൂലയിലെത്തി, പിന്നെ നമ്മൾ തുടങ്ങിയ മൂലയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ മുമ്പത്തെ മൂലയിലെത്തുമ്പോൾ ഇവിടെ വെച്ച് റബ്ബന ആത്തിനാ ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് ധാരാളം പ്രാർത്ഥിക്കുക. ഇവിടെ മുതൽ ഇവിടെ എത്ര വരെ. അപ്പം ഞാൻ ഈ മൂലയിൽ നിന്ന് നടത്തം തുടങ്ങി, ഇങ്ങനെ നടന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. ഇത്രയും സമയത്ത് എനിക്ക് എന്തു വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ദിക്റുകൾ ചെല്ലാം, ഖുർആൻ ഓതാം, എന്തു ആവാം. പ്രത്യേകമായ ഒരു പ്രാർത്ഥനയും പഠിപ്പിച്ചിട്ടില്ല. ഇന്ന സ്ഥലത്ത് പ്രത്യേകമായിട്ട് ഇന്നത് പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചിട്ടേ ഇല്ല. ചില പുസ്തകങ്ങളിലൊക്കെയാണ് ഒന്നാമത്തെ റൗണ്ടിലെ പ്രാർത്ഥന, രണ്ടാമത്തെ റൗണ്ടിലെ പ്രാർത്ഥന, മൂന്നാമത്തെ റൗണ്ടിലെ പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥന തന്നെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പം നമുക്ക് എന്തു പ്രാർത്ഥിക്കാം. നമുക്ക്, നമ്മുടെ കുട്ടിക്ക്, കുടുംബത്തിന്, പരലോകത്തിന് ഒക്കെ പ്രാർത്ഥിക്കാം. ഈ മൂലയിലെത്തിയാൽ, അതായത് ഹജറുൽ അസ്വദിൻ്റെ തൊട്ട് മുമ്പത്തെ മൂലയിലെത്തിയാൽ ബാക്കിയുള്ള പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ട് ഇവിടം മുതൽ ഇവിടെ എത്തുന്നത് വരെ റബ്ബന ആത്തിനാ ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് പ്രാർത്ഥിക്കാം. തിരക്കില്ലാത്ത സമയമാണെങ്കിൽ ഒരട്ടം പ്രാർത്ഥിക്കുമ്പോഴത്തിന് ഇവിടെ എത്തും. നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ 10ഓ 15ഓ വട്ടം പ്രാർത്ഥിച്ചാലും എത്തൂല, തിരക്കുകൊണ്ടാണ്. എത്ര വട്ടമാണോ പ്രാർത്ഥിക്കേണ്ടി വരിക അത്രയും വട്ടം പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ ഇവിടെ എത്തിയാൽ ഒരു റൗണ്ട് പൂർത്തിയായി. വീണ്ടും ഈ മൂലയുടെ നേരെ കൈ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. ആദ്യം എന്താ പറഞ്ഞിനെ? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ആ ബിസ്മിന്റെ കാരണം എന്താ അറിയോ? സ്റ്റാർട്ട് ചെയ്യാണ്, തുടങ്ങുകയാണ്. ആ തുടക്കത്തിലെ ബിസ്മിയാണ്. പിന്നെ രണ്ടാമത് പടത്തുമ്പോൾ ബിസ്മി വേണ്ട, അല്ലാഹു അക്ബർ. മൂന്നാമതും പടത്തുമ്പോൾ അല്ലാഹു അക്ബർ, നാലാമതും പടത്തുമ്പോൾ അല്ലാഹു അക്ബർ, അഞ്ചാമതും പടത്തുമ്പോൾ അല്ലാഹു അക്ബർ, ആറാമതും പടത്തുമ്പോൾ അല്ലാഹു അക്ബർ, ഏഴാമതും പടത്തുമ്പോൾ അല്ലാഹു അക്ബർ. കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? തവാഫ് കഴിഞ്ഞു. അപ്പം നമ്മൾ ആ സ്ഥലത്തെത്തി, ഒരു തിരക്കപ്പെട്ട് പോലീസുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് നോക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആരും കാണാനല്ല. ബേജാറാവാൻ നിൽക്കണ്ട. ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ഈ തവാഫ് പ്രാർത്ഥനകളും ദിക്റുകളുമൊക്കെ ആയിട്ട് ഈ തവാഫാണ് പൂർത്തിയാക്കുക. ആ തവാഫിൻ്റെ ഓരോ കാലടിയിലും നമുക്ക് അള്ളാൻ്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന, അപ്പം നമ്മൾ അള്ളാൻ്റെ പ്രതിഫലം ഇങ്ങനെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിശ്വാസത്തോടെ ഒരു ബേജാറും ആവാതെ നമ്മൾ ആ 7 തവാഫ് സാവധാനം മനോഹരമായി പൂർത്തിയാക്കുക. നമ്മുടെ കൂടെ ആളുണ്ടോ, കൂടെയുള്ള ആൾക്കാർ തെറ്റിപ്പോയിക്കണോ, ഇതൊന്നും നമ്മളെ ബാധിക്കേണ്ട, അതൊക്കെ പിന്നെ തരാം. ഇപ്പം നമ്മൾ തവാഫ് ഇങ്ങോട്ട് പൂർത്തിയാക്കുക. 7 വട്ടം തവാഫ് പൂർത്തിയാക്കിയാൽ ഹജ്ജിലെ രണ്ടാമത്തെ കർമ്മവും പൂർത്തിയായി. ഒന്നെന്തായിരുന്നു? മീഖാത്തിൽ വെച്ച് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. രണ്ടാമത്തേത് തവാഫാണ്. ആ തവാഫ് നമ്മൾ പൂർത്തിയാക്കി. ഈ തവാഫ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ 2 കാര്യങ്ങൾ സുന്നത്തുണ്ട്, നിർബന്ധമല്ല. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഉംറക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ അത് ചെയ്താൽ ഉംറൻ്റെ കൂലി കുറച്ച് കൂടും. ഒന്നെന്താ അറിയോ? ഈ തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് മാറിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ഈ നിസ്കാരത്തിന് എന്താ പേര് പറയാറിയോ? മഖാമു ഇബ്രാഹീമിൻ്റെ പിന്നിലുള്ള നിസ്കാരം എന്നാ. അവിടെ ഒരു സ്തൂപുണ്ട്, നിങ്ങൾ കണ്ടേക്കും, ഒരു സ്വർണത്തിൻ്റെ ഒരു സ്തൂപുണ്ട്. അതിൻ്റെ പിറകിലേക്ക് മാറിയിട്ട് എവിടെയാണോ സൗകര്യം അവിടെ വെച്ച് ചെറിയ 2 റക്അത്ത് നിസ്കരിക്കുക. അൽബക്കറിൽ ഓതാൻ നിൽക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്താണ് ഓതിയത്.
രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തും കുൽ ഹുവല്ലാഹു അഹദ്. നബിക്ക് ഖുർആൻ 30 ജ്യൂസും കാണാപ്പാടാ. എന്നാ നീണ്ടാണ് ഓതിക്കൂടെ? എന്തിനാ ചെറിയ സൂറത്ത് ഓതിയത്? അവിടെ ഇങ്ങനെ നിസ്കരിക്കാനേ ഒരിത്തിരി സ്പേസിന് വേണ്ടി 10,000-കണക്കിന് ആൾക്കാർ തിരക്കി കാത്തുക്കുക. അവിടെ സ്ഥലം കിട്ടിയ നമ്മൾ അങ്ങോട്ട് ഓതി നിസ്കരിക്കാൻ നിന്നാൽ ഈ ആൾക്കാരെ ഇടങ്ങേറാവും. അപ്പം നമ്മളൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. വേഗം 2 റക്അത്ത് നിസ്കരിക്കുക, പെട്ടെന്ന് നിസ്കരിക്കാം. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി നേരം ആ കിബിലക്ക് നേരെ കൈ ഉയർത്തിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പറയാം. കാരണം ആ സ്ഥലം പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കണം. ആൾക്കാർ അവിടെ സ്ഥലം കിട്ടാൻ വേണ്ടി കാത്തുക്കാണ്. അപ്പം അതൊരു സുന്നത്താ. എപ്പോ? തവാഫ്. അത് ഈ ഹജ്ജിൻ്റെ ഉംറൻ്റെ സമയത്ത് മാത്രമല്ല, നിങ്ങൾ എപ്പോഴൊക്കെ പോയി തവാഫ് ചെയ്യുന്നുണ്ടോ ആ തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ആ നിസ്കാരത്തിലാവട്ടെ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തും ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദും വേഗം നിസ്കരിക്കുക 2 റക്അത്ത്. ഇതൊരു സുന്നത്ത്. രണ്ടാമത്തെ സുന്നത്ത് എന്താ അറിയോ? സംസം വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. അവിടെ കുറച്ചൊരു മാറിയാൽ ബാക്കിൽ ഇങ്ങനെ ക്യാനുകളിൽ സംസം വെള്ളം ഇങ്ങനെ വരി വരിയായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കുടിച്ചാലും തീരാതെ സ്റ്റോക്ക് ചെയ്തേക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക? അവിടെയുള്ള സംസം വെള്ളം 99% തണുപ്പിച്ച ശീതീകരിച്ച വെള്ളം. നമ്മൾ ഈ നാട്ടിൽ നിന്നാണ് ചെന്ന് ആ വെള്ളം ഒരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ മതി, നമ്മുടെ തൊണ്ടക്ക് പണിയായി, ജലദോഷമായി, കഫക്കെട്ടായി, പനിയായി, പിന്നെ ബാക്കിയുള്ള കാര്യം കഷ്ടം. അതുകൊണ്ട് ചെന്ന ഉടനെ തന്നെ ആ തണുത്ത വെള്ളം കുടിക്കാതെ വെക്കുക. ആ ഒരു 4 ക്യാൻ ഇങ്ങനെ വെക്കുമ്പോഴേ അതിൽ ഒരു ക്യാനിൻ്റെ മേലെ കാണാം നോട്ട് കോൾഡ് എഴുതിയിരിക്കണം. അത് തണുപ്പിക്കാത്ത വെള്ളേക്കാരം. നമ്മൾ എന്ത് ചെയ്യുക? അതിന് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കുക. എല്ലാ തണുത്ത വെള്ളം കുടിച്ചാൽ ഒരു പ്രശ്നം വരാത്ത ആൾക്കാരാണെങ്കിൽ കുടിക്കുക. ഞാനൊക്കെ കുടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരും തണുപ്പ് ഒഴിവാക്കുക, ഇത് കുടിക്കാം. അത് 1, 2, 3 ഗ്ലാസ് കുടിച്ചോളി. അത് എത്ര വെള്ളം കുടിക്കണോ, എന്ത് ഉദ്ദേശിച്ചാണോ സംസം വെള്ളം കുടിക്കണത് അത് കിട്ടുന്ന റസൂൽ പറഞ്ഞേ. സംസം പവിത്രമായ ഒരു വെള്ളം. ആ സംസം വെള്ളം കുടിക്കൽ ഒരു ഇബാദത്താണ്. എങ്ങനെ? സംസം വെള്ളം കുടിക്കൽ ഒരു ഇബാദത്താണ്. ആ നിലക്ക് തന്നെ നമ്മൾ സംസം കുടിക്കുക. അപ്പം നമ്മൾ തവാഫിന് ശേഷം 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, നിസ്കരിച്ചു 2 റക്അത്ത്, പിന്നെ സംസം വെള്ളം കുടിച്ചു. അടുത്തത് ഉംറയുടെ 3ാമത്തെ ഭാഗം. അതെന്താ നിങ്ങൾ? സഫ മറുവ കുന്നുകൾക്കിടയിലുള്ള ഒരു നടത്താണ്. അത് ഇത്തിരി നടക്കാണ്ട്. ഈ സഫയും മറുവയും തമ്മിൽ ഏകദേശം ഒരു 400 മീറ്റർ അകലമുണ്ട്. 380 സംതിങ് ആണ്. 400 മീറ്റർ കൂട്ടിക്കോ. സഫ, ഇത് സഫയാണ്. അങ്ങേ ഭാഗത്ത് നിൽക്കുന്ന ആ ചുമര് മറുവ എന്ന് വിചാരിച്ചോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം ഏകദേശം 400 മീറ്ററാണ്. അപ്പം ഞാൻ ഈ നടത്തം തുടങ്ങേണ്ടത് എവിടുന്ന് അറിയോ? സഫയിൽ നിന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ റസൂൽ പറഞ്ഞു, നബ്ദഉ കമാ ബദ അല്ലാഹ്, നബ്ദഉ കമാ ബദ അല്ലാഹ്. അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ? അള്ള തുടങ്ങിയിടത്തുനിന്ന് ഞാനും തുടങ്ങട്ടെ. അതെന്താ അള്ള തുടങ്ങിയത്? അള്ളാഹു ഈ 2 മലകളുടെ പേര് പറഞ്ഞപ്പോൾ ആദ്യം ഏതിൻ്റെ പേരാ പറഞ്ഞേ? സൊഫയെ പറഞ്ഞേ. അതുകൊണ്ട് ഞാനും എൻ്റെ സഅയ് സൊഫയിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് റസൂൽ പറഞ്ഞു. അത് അറിയുന്ന ആൾക്കാർക്ക് ആ പദം പറയൽ സുന്നത്താണെന്നാ. എന്താണ്? നബ്ദഉ കമാ ബദ അല്ലാഹ് എന്ന് പറയലൊരു സുന്നത്താ. അറിയെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ അങ്ങനെ സഫയിലേക്ക് ഒരു നേരിയ കയറ്റുണ്ട്. ആ കയറ്റം ഇങ്ങനെ കയറി സഫയിലേക്ക് പോവാണ്. ആ പോണ പോക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലെ ഒരു ആയത്ത് ഓതി. ഏതൊക്കെ അറിയാലേ? ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ലാഹ്. അത്ര ഓതിയാൽ മതി. വേണമെങ്കിൽ ഇല്ല മുഴുവൻ ആയത്തും അറിയുന്ന ആളാണെങ്കിലോ ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ലാഹ് ഫമൻ ഹജ്ജ അവ തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആയത്ത് മുഴുവൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അത് നമുക്ക് തന്ന പുസ്തകത്തിലൊക്കെ ഉണ്ട്. അത് ഓതാം. അല്ലെങ്കിൽ ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ലാഹ് എന്ന് ഓതിയിട്ട് സഫയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാം. സഫന്റെ അടുത്തെത്തിയാൽ ഇങ്ങനെ തിരിഞ്ഞു നിന്നാൽ കിബില അങ്ങനെ കാണാം, കഅബ അങ്ങനെ കാണാം. ആ കഅബനെ കാണുന്ന സ്ഥലത്ത് ചെന്നിട്ട് 2 കൈയും ഉയർത്തിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്കറിയുമെങ്കിൽ 2 വാചകങ്ങൾ ഉൾപ്പെടുത്താം. അത് റസൂലുള്ളാഹിന്റെ സുന്നത്താ. ഒന്നെന്താ അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മളൊക്കെ നിസ്കാര ശേഷമൊക്കെ ചൊല്ലാറുള്ള ദിക്റാ. അതിൻ്റെ കൂടെ റസൂൽ ഒന്നും കൂടി ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു
അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. അതെന്താ അറിയോ? ശത്രുക്കൾ പിടിയിലാക്കി വെച്ചിരുന്ന ആ കഅബാലയത്തെ അള്ളാഹു മുസ്ലിങ്ങൾക്ക് മോചിപ്പിച്ചു കൊടുത്തതിൻ്റെ ഒരു സന്തോഷ പ്രഖ്യാപനം കൂടിയാണത്. നമുക്കറിയെങ്കിൽ നമുക്ക് ചെല്ലാം. അത് നിങ്ങളുടെ പുസ്തകത്തിൽ ആ പ്രാർത്ഥന ഉണ്ട്. ഇനി ഒരാൾക്ക് ഇത് രണ്ടും അറിയില്ല, അത് പഠിച്ചിട്ടേ ഇല്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. അത് ചെല്ലാത്തത് കൊണ്ട് നമ്മളെ ഉംറക്കൊരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ഖിബലക്ക് നേരെ തിരിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം, നമ്മുടെ ഈമാന്, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കള്, നമ്മുടെ സമൂഹം, എന്തൊക്കെ ഓർമ്മയിലുണ്ടോ ഒക്കെ പ്രാർത്ഥിക്കുക. ഇപ്പം നിങ്ങളുടെ ഹജ്ജിന് പോകുക എന്ന് പറയുമ്പോഴൊക്കെ നാട്ടുകാർ പറയുന്ന ആദ്യത്തെ വാക്കെന്താ അറിയോ? എന്താ പറയാ? നിങ്ങൾ ചെന്നാൽ എനിക്കും വേണ്ടി. അപ്പം എന്താ നിങ്ങൾ പറഞ്ഞേ? ആന്നല്ല പറഞ്ഞേ? ആ എന്നിട്ടോ ആന്ന് പറഞ്ഞിക്കണമെങ്കിൽ അതൊരു അമാനത്താണ്, പ്രാർത്ഥിച്ചോളണം. പണ്ട് ജക്കരിയ സ്വലായി പറയലുണ്ട്, ആരും ഉപ്പരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും എന്നെ മാത്രം ഏൽപ്പിച്ച് നിൽക്കണ്ട, നിങ്ങളും കൂടി പ്രാർത്ഥിച്ചോളുണ്ട്, ഞാൻ ചിലപ്പോൾ മറക്കും എന്നൊക്കെ പറഞ്ഞേക്കാം. നമ്മൾ ആന്ന് പറഞ്ഞിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോളണം. അപ്പം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല എത്രമാനം ആൾക്കാർ പറഞ്ഞേക്കും. അപ്പോൾ ഒറ്റ പ്രാർത്ഥന, പടച്ചോനെ എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവർക്കൊക്കെ അള്ളാഹുവേ അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കണമെന്ന് ഒറ്റ പ്രാർത്ഥന. ഇനി രോഗം, പടച്ചോനെ മൂപ്പര രോഗം നല്ല പ്രയാസമാണ്, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് വലിയ ഇടങ്ങേറാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ ഇടങ്ങേറാണ്, എന്താണോ എല്ലാം പ്രാർത്ഥിക്കുക. അതിന് കുറേ സമയം പ്രാർത്ഥിക്കുക. പക്ഷേ പോലീസുകാർ നിൽക്കാൻ അയക്കൂല. തിരക്കുള്ള സമയമാകുമ്പോൾ ഒരു മിനിറ്റൊക്കെ കിട്ടിയെങ്കിലായി. ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ തന്നെ അയക്കൂല, തിരക്കാണെങ്കിൽ ഓലിങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കും. അപ്പോൾ അവിടെ മസിൽ പിടിച്ചാൽ നിൽക്കണ്ട, ഞാൻ ഉംറക്ക് വന്നാണ് പറഞ്ഞാൽ അവിടെ വന്നോലൊക്കെ ഉംറക്ക് വന്നോല. അതുകൊണ്ട് പ്രത്യേക ഒരു പരിഗണന ഉണ്ടാവില്ല. പോകാൻ പറഞ്ഞാൽ പോവുക, അവിടെ വാശി പിടിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പം നമ്മൾ സഫൻ്റെ അടുത്തെത്തി പ്രാർത്ഥിച്ച് നമ്മൾ സഫയിൽ നിന്ന് സഅയ് ആരംഭിക്കുകയാണ്. സഅയ് ആരംഭിക്കുന്നത് സഫയിൽ നിന്നാണ്. നേരെ മറുവയിലേക്ക് നടക്കുക. ഈ നടത്തത്തിൽ എന്താ ഇപ്പം ചെയ്യേണ്ടേ? എന്തു ചെയ്യാം? ദുആ ചെയ്യാം, ദിക്റുകൾ ചെല്ലാം, ഖുർആൻ ഓതാം, നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് സംസാരിക്കാം, എന്തും ആവാം. അവിടെ പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ സഫയിൽ നിന്ന് മറുവയിലേക്ക് അങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് അങ്ങനെ നടക്കുക. ഇവിടെ ആണുങ്ങൾക്കൊരു പണിയുണ്ട്. ഈ സഫയിൽ നിന്ന് കണ്ട് ഇറങ്ങി ഒരു 10-25 മീറ്റർ മുന്നോട്ട് പോയാലേ മേലെ ഭാഗത്ത് പച്ച നിറത്തിലുള്ള ട്യൂബ് ലൈറ്റ് കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചതായിട്ട് കാണാം. അത് പുതിയാപ്പളക്ക് ഇരിക്കാനുള്ള സ്ഥലമൊന്നുമല്ല. അവിടെ എത്തുമ്പോൾ പുരുഷന്മാർ ഒന്ന് ഓടണം എന്നാണ്. ബീവി തൻ്റെ മകനെ അപ്പുറത്ത് കിടത്തിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സഹായം കിട്ടാൻ വേണ്ടി ഈ കുന്നിൻ്റെ മേലെ കയറി നോക്കിനാ. കണ്ടെത്താ ദൂരത്ത് ആരെങ്കിലും വരുന്നുണ്ടോ ഒരു തുള്ളി വെള്ളം കിട്ടാൻ. ആരുമില്ല എന്ന് കണ്ടപ്പം അവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത കുന്നിൻ്റെ മേലെ കോടീനാ. ആ ഓടിക്കറിയാം പെണ്ണുങ്ങൾ, ഒരു പെണ്ണ് അടുക്കളയിൽ പണിയെടുത്ത് കൊണ്ടിരിക്കുമ്പോൾ കുട്ടീനെ കിണറ്റും കയറി കണ്ടാൽ എങ്ങനെയാ ഓടുക? ആണുങ്ങളാണെങ്കിൽ തുണി മടക്കുത്തിയാ ഓടുക അല്ലേ? പെണ്ണുങ്ങൾ ഓരോ വസ്ത്രങ്ങൾ ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചു കൊണ്ടൊരു ഓട്ടമുണ്ട്. ആ ഓട്ടം ഹാജറ ബീവി തൻ്റെ കുഞ്ഞിന് വേണ്ടി ഓടിയ സ്ഥലമാണ്. ഹാജറ ബീവി പെണ്ണായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങളെ ഓട്ടൊക്കെ അതിലേക്ക് വരവ് വെച്ചു എന്നാ. ആണുങ്ങൾ അവിടുന്ന് ഓടിക്കൊള്ളണം. അത് ഓടാൻ പറ്റുകയാണെങ്കിൽ, തിരക്കൊന്നുണ്ടെങ്കിൽ ഓടാൻ പറ്റൂല. തിരക്കില്ലാത്ത സമയമാണെങ്കിൽ നമുക്കൊന്നും. അതേപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയതാ, നമ്മൾ ആദ്യമായിട്ട് ഉംറൻ്റെ തവാഫ് ചെയ്തല്ലോ, ആ തവാഫിലും ആദ്യത്തെ 3 റൗണ്ടിൽ പറ്റുമെങ്കിൽ ഇങ്ങനെ മെല്ലെ ഓടിക്കൊണ്ട് തവാഫ് ചെയ്യണമെന്നാ. അതിനവിടെ ഓടാൻ പോയിട്ട് നടക്കാൻ തന്നെ കഴിയില്ല. നാട്ടുകാർ ഉന്തി ഇങ്ങനെ കൊണ്ടുപോയി കാരണം അത്ര തിരക്കിയ അല്ലെങ്കിൽ ഒഴിഞ്ഞൊരു സമയത്താണെങ്കിൽ പറ്റുമെങ്കിൽ ആ 3 റൗണ്ട് ഒന്ന് മെല്ലെ ഓടാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ നടന്നാൽ മതി. ഇവിടെയും ഈ സ്ഥലത്തെത്തുമ്പോൾ പുരുഷന്മാർ കുറച്ച് ഓടുക, സ്ത്രീകൾ നടക്കുക. അങ്ങനെ നമ്മൾ നടന്ന് എവിടെ എത്തുന്നറിയോ? മറുവ എന്ന അവിടെ കുന്നൊന്നുമില്ല കേട്ടോ, ഒരടയാളം മാത്രമേ ഉള്ളൂ. ഒരു പാറ പൊട്ടിച്ചതുപോലത്തെ അടയാളമുണ്ട്, അതാണ് മറുവ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ സഫയിൽ വെച്ച് ചെയ്തതുപോലെ ഖിബലക്ക് നേരെ തിരിഞ്ഞ് സഫയിൽ വെച്ച് പ്രാർത്ഥിച്ചതുപോലെ അവിടുന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഒരു സഅയായി. ആകെ എത്ര സഅയാ വേണ്ടേ? 7 എണ്ണം. സഫയിൽ നിന്ന് മറുവയിലേക്ക് എത്തിയപ്പോൾ 1 ആയി. ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം ചില സാധുക്കൾ ഇവിടുന്ന് അവിടെ പോയി അവിടുന്ന് തിരിച്ച് ഇവിടെ തന്നെ എത്തുമ്പോഴാണ് 1 നിന്നുക. അപ്പം ഇരട്ടി പണിയെടുക്കേണ്ടി വരും. അത് ആവശ്യമില്ലാത്ത പണിയാണ്. സഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ 1, പിന്നെ നമ്മൾ മറുവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുക, നേരത്തെ നടന്ന പോലെ. അങ്ങനെ മറുവയിലേക്ക് എത്തുമ്പോൾ 2 ആയി.
മറുവയിലെത്തിയാൽ നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. എന്നിട്ട് സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുക. അപ്പം എത്രയായി? 3 പിന്നെ മറുവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുക. അപ്പം എത്രയായി? 4. പിന്നെ സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുക. 5. മറുവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുക. 6. സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുക. അപ്പം എത്രയായി? 7. കഴിഞ്ഞു. ഉംറയുടെ കർമ്മങ്ങൾ കഴിഞ്ഞു. 7 സഈ നമ്മൾ പൂർത്തിയാക്കി. പിന്നെ ആ 7 പൂർത്തിയാക്കി അവിടുന്ന് പുറത്തേക്കൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പുറത്തേക്ക് പോകാതെ വെക്കുക. അതിൽ പോയാൽ കുറച്ച് അധികം നടക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? മറുവയിൽ വെച്ച് അവസാനിച്ചു. എന്നിട്ട് നമ്മൾ സഫയിലേക്ക് വെറുതെ ഫ്രീ ആയിട്ടൊന്ന് നടക്കുക. വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് അൽഹംദുലില്ലാ തീർന്നല്ലോ. നമ്മൾ സഫയിലേക്ക് മെല്ലെ നടക്കുക. നടത്തെത്തിയാൽ സഫയിൽ കാണാം, നമ്മൾ നടന്നു വരുമ്പോൾ ഇടതുഭാഗത്തായിട്ടൊരു വാതിൽ, എക്സിറ്റ് 13 നമ്പർ 13, ഒരു എക്സിറ്റ് ബോർഡ് വെച്ച ഒരു ഡോറ് കാണാം. ആ ഡോറിലൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആ ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ മുന്നോട്ട് നടന്നാൽ നമ്മൾ ഹറമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച അതേ സ്ഥലത്ത് എത്താൻ പറ്റും. അവിടെ ഒരു ബാത്റൂം ഉണ്ട്. ആ ബാത്റൂമിൻ്റെ നമ്പർ 3. എല്ലാ മലയാളികൾക്കും അതറിയാം. 3-ാം നമ്പർ ബാത്റൂമിൻ്റെ ചോട്ടിലുണ്ടാവുന്ന. ഇത് ഞാൻ പറയാൻ കാരണം അറിയോ? നിങ്ങൾ ഉംറ ചെയ്യുന്ന സമയത്ത് എവിടെങ്കിലും വഴി തെറ്റുകയെ ഒറ്റപ്പെടുകയോ ചെയ്താൽ ഒരു ബേജാറും ആവണ്ട. ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഈ 3-ാം നമ്പർ ബാത്റൂമിൻ്റെ മുമ്പ് എത്തുക. അവിടെ നിങ്ങളെ കാത്ത് ആൾക്കാരുണ്ടാവും നിങ്ങൾ തെറ്റിക്കണമെങ്കിൽ. അപ്പം നമ്മളെ കൂട്ടത്തിലെ ഒരാളെ കാണാതെ ആയാൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും. എവിടെ? ഈ 3-ാം നമ്പർ ബാത്റൂമിൻ്റെ അവിടെ എത്തും നിങ്ങൾ, കുഴപ്പമൊന്നുമില്ല. അപ്പം അതോടുകൂടി നമ്മുടെ ഉംറ കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, നമ്മൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സിലാണല്ലോ. ഇഹ്റാമിൻ്റെ ഡ്രസ്സിലാവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? 1, തല മറക്കാൻ പാടില്ല പുരുഷന്മാർ. 2, മുടി വെട്ടുക, നഖം വെട്ടുക, ഇങ്ങനത്തെ പണിയും ചെയ്യാൻ പാടില്ല. 3, പെർഫ്യൂംസും അത്ര കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. 4, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊന്നും പാടില്ല. അങ്ങനെ ഇഹ്റാമിൻ്റെ സമയത്ത് നമ്മളൊരു പ്രത്യേക പെട്ടിൻ്റെ ഉള്ളിലാണ്. കുറേ നിയമങ്ങൾ ബാധകമുണ്ട്. ഈ സഅയ് പൂർത്തിയാക്കിയതോടുകൂടി ഇനി നമുക്ക് ഇഹ്റാമിൻ്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, കഴിഞ്ഞ് ഉംറ കഴിഞ്ഞില്ലേ. അപ്പം ഇഹ്റാമിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള മാർഗം എന്താ അറിയോ? മുടി മുറിക്കുക എന്നല്ല. പുരുഷന്മാർ അവരുടെ തലയിലെ മുടി മുഴുവനും ഒന്നുകിൽ വടിച്ചു കളയുക, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തുമുള്ള മുടി വെട്ടുക. എന്താ പ്രത്യേകിച്ച് പറഞ്ഞറിയോ? അതൊന്നും വേണ്ട. ഇവിടെ വെട്ട്. ഒരു റിയാലിന് എല്ലായിടത്തും 10 റിയാലാ, എനിക്ക് 9 റിയാൽ ലാഭം. ഈ 5-8 ലക്ഷം ഉറുപ്യ മുടക്കി പോയിട്ട് അവിടെ പോയിട്ട് 9 റിയാൽ ലാഭം കിട്ടാൻ വേണ്ടി ഈ ജാതി കൊലച്ചതിയൊന്നും ചെയ്യരുത്. റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ മുടി മുഴുവനും വടിച്ചു കളഞ്ഞവർക്ക് നീ ബർക്കത്ത് ചെയ്യണേന്ന്. എല്ലാവരും ആമീൻ. ഒരാളിങ്ങനെ നീച്ചിട്ട് പറഞ്ഞു, റസൂലെ വെട്ടിയോൽക്കും. റസൂല് മിണ്ടിയില്ല. പിന്നെ റസൂല് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ മുടി വടിച്ചു കളഞ്ഞവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ, ആമീൻ. അപ്പോൾ ഈ കാക്കണീറ്റ് അള്ളാഹു റസൂലെ വെട്ടിയോൽക്കും. ഒന്നും മിണ്ടില്ല. 3-ാമതും റസൂല് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ മുടി വടിച്ചു കളഞ്ഞവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ. അപ്പോഴും ഇയാൾ എണീറ്റപ്പോൾ റസൂല് പറഞ്ഞു, അള്ളാഹുവേ വെട്ടിയോൽക്കും. ഒരു കഷ്ണോൽക്കും കൊടുത്തു. ഇത് ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് മുടി കളയാൻ മടിക്ക്. പെണ്ണുങ്ങളെ പ്രശ്നം. ആണുങ്ങളോട് പറയാം, മനസ്സിലാങ്ങളെ മുടി കളഞ്ഞാൽ ഒരു ചൊറുക്കും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചൊറുക്കൊണ്ടൊക്കെ വല്ല കാര്യമല്ലേ അല്ലേ? അപ്പോൾ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. ആ വണ്ടിയിൽ കയറും വേണ്ട. അതെ, എൻ്റെ സ്വർഗത്തേക്ക് എൻ്റെ സ്വർഗത്തേക്ക് ഞാനും വയ്ക്കാറും. അത് ഇജ് കളയണ്ടെന്ന് പറയാം. മുടി ആണുങ്ങൾ ഒന്നുകിൽ വടിക്കുക. ഇനി ചില ആൾക്കാർക്ക് തോന്നും, ഞാൻ ഇപ്പം മുടി വടിച്ച് കളഞ്ഞാൽ പിന്നെ ഹജ്ജിൻ്റെ സമയത്ത് എനിക്ക് മുടി വളിക്കാൻ ഉണ്ടാവില്ല, അപ്പോൾ ഹജ്ജല്ല പ്രധാനം, അതുകൊണ്ട് ഇപ്പം ഞാൻ ചെറുതായിട്ട് വെട്ടിക്കോളാം. ഇന്ന് മെഷീൻ വെച്ചളി, അല്ലെങ്കിൽ ചെറുതായി വെട്ടിക്കളി, കുഴപ്പമില്ല. പക്ഷെ മുടിയുടെ എല്ലാ ഭാഗത്തും വെട്ടണം. അവിടെ കുറുക്ക് വഴി ഉണ്ടാവുകയെ ഇങ്ങനെ പിടിച്ചുകാണ്ട് ഇവിടെ ഇങ്ങനെ വെട്ട്, ഇവിടെ ഇങ്ങനെ വെട്ട്, ഇവിടെ 3 ഭാഗത്തുനിന്ന് മുടി എടുക്കുക. ഇത് എവിടുന്ന് കിട്ടിയത് അള്ളാഹു ആലം. ഹദീസിലും ഖുർആനിലൊന്നുമില്ല. അപ്പോൾ ഒന്നുകിൽ മുടി മുഴുവൻ വെട്ടുക, അല്ലെങ്കിൽ മുടി വടിച്ചു കളയുക. ഇത് എവിടുന്നാ ചെയ്യേണ്ടി നിങ്ങൾ? അവിടെ മൊത്തം ബാർബർ ഷോപ്പുണ്ട്. ഇനി നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പരിസരത്തൊക്കെ ഇഷ്ടം പോലെ ബാർബർ ഷോപ്പുണ്ട്. എവിടുന്നും ആവാം. സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ മുടി ഇങ്ങനെ ബാക്കിലേക്ക് കൂട്ടിപ്പിടിച്ചിട്ട് ആ മുടിയുടെ എൻഡിൽ ഒരു വിരൽ വലിപ്പത്തിൽ ഇത്തിരി മുടി വെട്ടുക. അത് പരസ്പരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊടുത്താൽ മതി. ഒരു എന്താ പറയുക കത്രിക കയ്യിൽ പിടിക്കുക. അതായത് ആദ്യം ആര് വെട്ടുകയാണെങ്കിലും ആദ്യം അവനാൻ്റെ വെട്ടിയിട്ട് മറ്റുള്ളത് വെട്ടിക്കൊടുക്കുക. കാരണം ഇഹ്റാമിലായിരിക്കെ മുടിയെടുക്കൽ എന്താണ്? തെറ്റാണ്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ മുടി വെട്ടിയിട്ട് ഇഹ്റാമിൽ നിന്ന് പുറത്ത് കിടക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ വെട്ടി അത് അവിടെയും ഇവിടെയും വെട്ടരുത്. റൂമിൽ പോയിട്ട് അത് വെട്ടിയിട്ട് ആ
എല്ലായിട്ടും മുടിയേക്കാർ വൃത്തിയില്ലാത്ത ആൾക്കാരെ ആകെ മുടി മുറിച്ചിട്ടേക്കും. അങ്ങനെ നമ്മൾ വൃത്തിയില്ലാത്തവരാവരുത്. വൃത്തി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പകുതിയാണ് എന്ന് വിശ്വസിക്കുന്ന ആ മുടി വെട്ടിയിട്ട് അത് ഇടേണ്ട സ്ഥലത്ത് ഇടുക. പുരുഷന്മാർ ബാർബർ ഷോപ്പിലോ മറ്റോ പോയിട്ട് ഭംഗിയായിട്ട് ആ മുടി വെട്ടിക്കുക. അതോടുകൂടി നമ്മൾ എന്തായി? തഹല്ലുലായി എന്നാ പറയാ. എന്താ തഹല്ലുലാവുക പറഞ്ഞാൽ? സ്വതന്ത്രനായി. പിന്നെ നമുക്ക് പാൻറ്റിടെ കുപ്പായിടെ 2 കുപ്പായിടെ എന്തും ആവാം, നമ്മൾ പൂർണ്ണ സ്വതന്ത്രമായി. പിന്നെ ഹജ്ജ് വരെ നമ്മൾ മക്കയിൽ സാധാരണ ജീവിതം നയിക്കുക. ഹജ്ജാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 8 മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമത്തിൽ നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അത് ഉംറ നിങ്ങൾ പഠിച്ചെന്നെ പോകണം. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് പഠിച്ചു പോകണമെന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ കൂട്ടം തെറ്റും. കൂട്ടത്തിലാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തരും, ഇന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും. പക്ഷേ എന്തെങ്കിലും കാരണത്താൽ കൂട്ടം തെറ്റിയാൽ അവിടെ നമുക്ക് നമ്മുടെ കർമ്മം നഷ്ടപ്പെടാൻ പാടില്ല. അത് ഇവിടുന്ന് പഠിച്ചു പോകണം. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഈ വിഷയവുമായിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. നമ്മളത് നിങ്ങൾക്ക് ഒപ്പമുള്ള സമയത്ത് പറഞ്ഞുകൊണ്ടേ. നിങ്ങളാരും നിങ്ങളുടെ ഹോട്ടലിൽ ഒറ്റക്കല്ല, നിങ്ങളൊക്കെ വ്യത്യസ്ത ഹോട്ടലിലാണെങ്കിലും നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായ അമീറന്മാർ, ഉപദേശം നൽകാൻ ആളുകൾ എല്ലാവരും MM അക്ബർ സാഹിബ് ഉണ്ട്, അതേപോലെ PDAക്കൽ ഉണ്ട്. ഇതാ ഒരുപാട്, ഞങ്ങളൊരു 6-7 ആൾക്കാരുണ്ട്. അപ്പം ഇത്ര ആളുകൾ എല്ലാ സ്ഥലത്തും നിങ്ങളെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. അതിൽ ബേജാറാവണ്ട. പക്ഷെ ഉംറയുടെ കാര്യം നിങ്ങൾ പോണതിൻ്റെ മുമ്പ് ശരിക്ക് പഠിച്ചിട്ട് തന്നെ പോകണം. അഥവാ കേസ് ഒറ്റപ്പെടാൻ സാധ്യത ഉണ്ട് എങ്കിൽ എന്താ ഞാൻ എന്തൊക്കെയോ ചെയ്തു ശരിയായിക്കണോ ആവോ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ആ ശക്കുണ്ടല്ലോ, പിന്നെ മനസ്സിന്ന് പോകുന്നല്ല. അതില്ലാതെക്കണമെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യണമെങ്കിൽ ഉംറ നമ്മൾ പഠിച്ചു. ഉംറ പഠിക്കാനൊന്നുമില്ല. 1 ഇഹ്റാം, അതിൻ്റെ രൂപം നമുക്ക് മനസ്സിലായല്ലോ. 2 തവാഫ്, അതിൻ്റെ രൂപം മനസ്സിലായില്ലേ. 3 സഅയ്. ഈ 3 കാര്യങ്ങളായാൽ ഉംറ കഴിഞ്ഞ്. ബാക്കിയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. അത് ഉംറയുടെ സ്വീകാര്യതയെ ബാധിക്കുന്നില്ല. ഈ 3 കാര്യം നമ്മൾ ഭദ്രമായി ചെയ്യണം. തവാഫ് എന്ന് പറഞ്ഞാൽ 7 റൗണ്ടാണ്, മറക്കരുത്. സഅയ് എന്ന് പറഞ്ഞാൽ 7 വട്ടാണ്. അവിടെ എത്തിയാൽ 1ആയി, ഇവിടെ എത്തിയാൽ 2ആയി. ആ എണ്ണം പഴക്കണ്ട. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാർ തവാഫിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ പുതച്ചിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, അത് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഈ വലത്തെ ഭാഗം, ഈ കക്ഷം, ഈ കൈ ഭാഗം പുറത്ത് കാണുന്ന രൂപത്തിൽ ഉള്ളിലുള്ളിൽ കണ്ട തവാഫിൻ്റെ രൂപം കണ്ട് നിങ്ങൾ ഒരു ഉംറൻ്റെ ഡ്രസ്സ് ഉണ്ടോ? ഒറ്റ തുണിനെ കാട്ടിക്കുക, അല്ലെങ്കിൽ ഒരു ഷാൾ കിട്ടിയാലും മതി. നമ്മൾ ഉംറയുടെ ഇങ്ങനെ വിരിച്ചേക്കാം. നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ ഈ വിരി ഉപയോഗിക്കുക. ഇങ്ങനെ തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തവാഫിന് ചെല്ലുമ്പോൾ, ഹറമിലേക്ക് ഉംറയുടെ 1ാമത്തെ തവാഫിന് ചെല്ലുമ്പോൾ നമ്മൾ എന്താക്കുക നിങ്ങൾ ഇങ്ങനെ പുതച്ചിരിക്കുന്ന പുതപ്പ് ഒന്ന് മാറ്റിയിട്ട് ഈ രൂപത്തിലാക്കുക. ഇങ്ങനെ ഇങ്ങോട്ടാണ് ഈ ഭാഗം പുറത്ത് കാണുന്നൊരു വലത്തെ ഈ ഭാഗം പുറത്തേക്ക് കാണുന്ന രൂപത്തിലാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? തവാഫ് ചെയ്യുക. തവാഫ് കഴിഞ്ഞാൽ എന്താക്കാം? സാധാരണ പോലെ നമ്മുടെ സാധാരണ രൂപത്തിലേക്ക് മാറാം. കുഴപ്പമൊന്നുമില്ല. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. തവാഫിൻ്റെ സമയത്ത് തവാഫ് തുടങ്ങേണ്ടത് റുക്നുൽ യമാനി അല്ല, അജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നാണ്. തുടങ്ങുമ്പോൾ വലതു കൈ അതിന് നേരെ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഈ മൂലയുടെ തൊട്ട് മുമ്പത്തെ മൂലയിലെത്തുമ്പോൾ പറ്റുമെങ്കിൽ കൈയോണ്ട് അയിമ തൊടൽ സുന്നത്താണ്. കിട്ടുകയാണെങ്കിൽ തിരക്കില്ലെങ്കിൽ തൊട, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഇവിടം മുതൽ ഇവിടം വരെ റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പം സത്യത്തിൽ നമ്മൾ ഒരു ഉംറയ്ക്ക് വേണ്ടി, ഹജ്ജിന് വേണ്ടിയൊക്കെ കാണാതെ പഠിക്കേണ്ടത് എന്തൊക്കെയുള്ളത്? ഒന്ന് റബ്ബന ആത്തിന, മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, മറ്റൊന്ന് ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ലാഹ്. ഇത് പഠിച്ചാൽ അതിൽ കാണാതെ പഠിക്കാനുള്ള കഴിഞ്ഞ്. അത് ഈ 3 കാര്യങ്ങളും ഹജ്ജിൻ്റെ ഉംറയുടെയോ നിർബന്ധമായ ഘടകങ്ങളിൽ പെട്ടതല്ല, സുന്നത്തായ കാര്യങ്ങളാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവും നമ്മുടെ ഹജ്ജിനോ ഉംറക്കോ വരാനില്ല. ഇത്രയുമായാൽ ഉംറ അവസാനിച്ചു. നമ്മൾ നേരെ വീട്ടിൽ റൂമിൽ പോവുക, കുളിച്ച് ഫ്രഷായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ സാധാരണ പോലെ നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുക. നമ്മൾ താമസിക്കുന്ന എല്ലാ ഹോട്ടലുകളിൽ നിന്നും നിങ്ങൾക്ക് 5 വക്ത് ഹറമിലെത്തി നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ മക്കത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വക്ത് പോലും ജമാഅത്ത് ഹറമിൽ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു റക്കായത്തിന് 1,00,000. എത്രയാണ് നിങ്ങൾ? അത് കളയരുത്. അതാണ് നമുക്ക് അത് വിരുന്നുകാർ വന്നിട്ടോ ജിദ്ദയ്ക്ക് പോയിട്ടോ ഒന്നും അത് കളയരുത്. ആര് വിളിച്ചാലും പറയാ മക്കത്ത് വന്നിട്ട് കണ്ടോളൂ, ഞങ്ങൾ അങ്ങോട്ട്. ചില ആൾക്കാരൊക്കെ ഉണ്ടാവും ഉംറ കഴിഞ്ഞാൽ അതാ പോണേലും മരുവുണ്ട് മക്കത്ത് അല്ലെങ്കിൽ ജിദ്ദയിൽ, അല്ലെങ്കിൽ മകളെ കെട്ടിച്ച ജിദ്ദയിലാണ്, പിന്നെ ഹജ്ജിനെ വരിക. എത്രങ്ങാനും കൂലിയ പോണ നിങ്ങൾ
അപ്പം നമ്മൾ ഒരു കാരണവശാലും മക്കയുടെ പുറത്ത് പോകാതിരിക്കുക. ആ മക്കയിലുള്ള സമയം അത്രയും എല്ലാ നിസ്കാരവും ജമാഅത്തായിട്ട് ഹറമിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ആയിട്ടോ ഒറ്റക്കായിട്ട് ചോദിക്കും. നമ്മളെ 18-ാം തീയതി പുറപ്പെടുന്ന ഗ്രൂപ്പിൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് ലഭ്യമുണ്ടാവും. അതേപോലെ മറ്റു ചില അമീർമാരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അവരൊക്കെ ഉണ്ട്, പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം, പ്രയാസങ്ങളൊന്നുമില്ല. ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒന്നിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. ബേജാറൊന്നും ആവണ്ട. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ എളുപ്പമാക്കി തരുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. നല്ല രൂപത്തിൽ നിറഞ്ഞ മനസ്സോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അവ്യക്തതകളുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ചോദിച്ചോളി. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാന്ന് നിങ്ങൾ ഈ ഇന്ന സഫ വൽ മർവത മിൻ ഷാഇല എന്നുള്ളത് നമ്മൾ ആദ്യം സഫയിലേക്ക് കയറുമ്പോൾ മാത്രം ചെല്ലിയാൽ മതി. ബാക്കിയുള്ള സമയത്ത് നമുക്കത് ചെല്ലണമെന്നില്ല കേട്ടോ. അത് ചെല്ലണമെന്നില്ല. ഫസ്റ്റത്തെ പ്രാവശ്യം കയറുമ്പോൾ ചെല്ലിയാൽ മതി കേട്ടോ. പിന്നെ സോപ്പില്ലേ, അതായത് ഉംറയിൽ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമല്ലേ. അപ്പോഴാണ് ഈ സോപ്പും പേസ്റ്റും എണ്ണയൊക്കെ ഒരു വില്ലനായിട്ട് വരാറ്. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ ഹോട്ടലുകളിൽ നമുക്ക് ഈ സുഗന്ധം ഇല്ലാത്തൊരു സാധാരണ സോപ്പ് അവിടെ ഉണ്ട്. അതിന് പ്രത്യേക സുഗന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് കയ്യുമ്പോൾ മറ്റൊക്കാവുന്ന കഴുകണമെങ്കിൽ വേറെ സോപ്പൊന്നും കിട്ടുക, അല്ലെങ്കിൽ കഴുകാം. അതൊരു സുഗന്ധമുണ്ടാവുക എന്ന ഉദ്ദേശത്തിന് വേണ്ടി ആവരുതേ ഉള്ളൂ. ആ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. നല്ലതൊരു മറ്റുള്ളവർക്ക് നമ്മുടെ ഈ സുഗന്ധം കിട്ടുന്ന രൂപത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതെക്കുക. അപ്പം അത്തരം വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. ചിലപ്പോൾ നിർബന്ധ സാഹചര്യത്തിൽ വേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യാം. അതേപോലെ പല്ലേക്കാനൊക്കെ ഈ പേസ്റ്റ്, വാസനയില്ലാത്ത പേസ്റ്റ് ഒന്നും എവിടെയും കിട്ടൂല. അപ്പോൾ പല്ലേക്കാതെ അതിലേറെ വല്ല ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ നമുക്കത് ചെയ്യാം.